ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ അലീന. അപ്പോൾ ഇന്ന് പതിവ് പോലെ ഒരു പുതിയ സ്റ്റോറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. തുടങ്ങാം. ഗൂഗിൾ മീറ്റ് സ്ക്രീനിൽ പ്രൊഫസർ മാധുരിയുടെ മുഖം ഗൗരവപൂർണമായി. ഇനി എന്താണ് പ്രൊഫസർ തന്നോട് ചോദിക്കാൻ പോകുന്നത്? റോമിയോ കാത്തിരുന്നു. മേശപ്പുറത്ത് ഒരു ഗിഫ്റ്റ് പാക്കറ്റ് ഇരുന്നു. അതിലെ ലേബൽ ഇംഗ്ലീഷിലല്ല, ജപ്പാനോ കൊറിയനോ ആണ്. പെട്ടെന്നാണ് പാക്കറ്റിൻ്റെ താഴെ ഭാഗത്ത് ഇംഗ്ലീഷ് വാക്കുകൾ റോമിയോ കണ്ടത്. മെയ്ഡ് ഇൻ നാംബോ, നോർത്ത് കൊറിയ. നോർത്ത് കൊറിയയോ? അവിടെ നിന്ന് ആരാണ് മമ്മിക്ക് ഗിഫ്റ്റ് അയക്കാൻ? അതും പരസ്യമായി സ്വന്തം പേര് പറയുന്നത് പോലും കുറ്റകൃത്യമായി കണക്കാക്കപ്പെടുന്ന ഒരു രാജ്യത്ത് നിന്നും. കഴിഞ്ഞ തവണ ബീജിങ്ങിൽ നിന്നായിരുന്നു. അതിനു മുമ്പ് ഇസ്ലാമാബാദിൽ നിന്ന്, ഡെൻമാർക്കിൽ നിന്ന്, പാരീസിൽ നിന്ന്. ഇത്രയ്ക്കും ഇൻ്റർനാഷണൽ ആണോ തൻ്റെ മമ്മി സോഫിയ വിൻസെൻ്റ്? അടുത്ത ചോദ്യം. ഗൂഗിൾ മീറ്റിൽ പ്രൊഫസർ മാധുരിയുടെ ശബ്ദം അവൻ കേട്ടു. നിങ്ങളുടെ ഏറ്റവും വൈൽഡായ ഭാവനയെക്കുറിച്ച് ഒരു എസ്സേ എഴുതുക. കമ്പ്യൂട്ടർ സയൻസിൽ ഇത്തരം ചോദ്യങ്ങൾക്കുള്ള പ്രാധാന്യം എന്താണെന്നും സ്വയം കണ്ടെത്തുക. ഗൂഗിൾ മീറ്റ് കഴിഞ്ഞു. അന്നത്തെ ഓൺലൈൻ ക്ലാസ്സും. ഏറ്റവും വൈൽഡായ ഭാവന? റോമിയോ സ്വയം പറഞ്ഞു. എന്താണ് തൻ്റെ ഏറ്റവും വൈൽഡായ ഭാവന, ഏറ്റവും വികൃതമായ ഭാവന? ആ ചിന്തയോടെ അവൻ്റെ കണ്ണുകൾ കൊറിയൻ പാക്കറ്റിൻ്റെ സമീപമിരുന്ന സോഫിയയുടെ ഫോട്ടോയിലേക്ക് നീണ്ടു. അവളുടെ മനോഹരമായ പുഞ്ചിരിയിലേക്ക് അവൻ കണ്ണുകൾ മാറ്റാതെ നോക്കി. പിന്നെ അവൻ കണ്ണുകൾ അടച്ചു. ഇത്തവണ വേനൽ അതിഭയങ്കരമായി മാറുമെന്ന് സോഫിയയ്ക്ക് തോന്നി. കഴിഞ്ഞ തവണ ഡോക്ടർ പറഞ്ഞത് ചൂട് അധികമേറ്റാൽ ചർമ്മം പൊട്ടുന്നത് അധികമാകുമെന്നാണ്. ഒരു വിധത്തിലാണ് മരുന്നും പരിചരണവുമൊക്കെയായി വർഷങ്ങളായി അനുഭവിച്ച ചർമ്മവ്യാധി മാറിയത്. കാൽമുട്ടിന് താഴെ ചൊറിഞ്ഞു പൊട്ടുന്ന അസുഖം വർഷങ്ങളായി അവളെ ശല്യം ചെയ്തിരുന്നു. എന്താ മമ്മി ഭയങ്കര ആലോചന? റോമിയോയുടെ ശബ്ദം അവളെ ആലോചനയിൽ നിന്നും ഉണർത്തി. മകനാണവൻ. കമ്പ്യൂട്ടർ സയൻസിൽ സെക്കൻഡ് സെമസ്റ്റർ വിദ്യാർത്ഥി. മകൻ എന്ന് പറഞ്ഞാൽ സ്വന്തം മകനല്ല, അഡോപ്റ്റ് ചെയ്തതാണ്. അതൊക്കെ വഴിയേ പറയാം. ഒന്നുമില്ലടാ, അവൾ വിഷമത്തോടെ പറഞ്ഞു. ഒന്നുമില്ലാതില്ല, എന്തെന്ന് വെച്ചാൽ പറ മമ്മി. സോഫിയ ഒന്ന് സംശയിച്ചു. പറയണോ വേണ്ടയോ? എടാ, നമുക്ക് 1-2 മാസം നമ്മുടെ കരിമ്പനാലിലെ വീട്ടിൽ താമസിച്ചാലോ? ജീവിതത്തിൽ ഏറ്റവും വിഡ്ഢിത്തം നിറഞ്ഞ വാക്കുകൾ കേട്ടതുപോലെ അവൻ അവളെ മിഴിച്ചു നോക്കി. എന്താ പറഞ്ഞേ? അവൻ ശബ്ദം താഴ്ത്തി ചോദിച്ചു. എടാ പൊട്ടാ, നമ്മുടെ കരിമ്പനാലിലെ വീടില്ലേ, അവിടെ ഈ ഏപ്രിൽ മെയ് മാസം പോയി താമസിച്ചാലോ എന്ന്. വെള്ളവും വെളിച്ചവും ആള് താമസവും മനുഷ്യരും ഒന്നും ഇല്ലാത്ത ആ പട്ടിക്കാട്ടിലോ? എന്തിന്? പ്രതികരണം പ്രതീക്ഷിച്ചത് തന്നെ ആയതുകൊണ്ട് അവൾക്ക് വിഷമമൊന്നും ഉണ്ടായില്ല. വെള്ളമൊക്കെയുണ്ട്, അവൾ പറഞ്ഞു. വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാം നല്ല സുന്ദരം പുഴ, വെളിച്ചവും ഉണ്ട്. താഴത്തെ കവലയിലെ ദാമോദരൻ ചേട്ടനാ എല്ലാ മാസവും പോയി മിനിമം ചാർജ് കറണ്ട് ബില്ല് അടയ്ക്കുന്നത്. പിന്നെ ആൾതാമസവും മനുഷ്യരും. ആരും അടുത്ത് താമസക്കാരില്ലാന്ന് വെച്ചെന്താ, കൊള്ളക്കാരൊന്നും വരില്ലല്ലോ. പക്ഷെ എന്തിനാ മമ്മി അങ്ങോട്ട് പോകുന്നേ? ഒട്ടും ഇഷ്ടമാകാതെ റോമിയോ തിരക്കി. എടാ കൊച്ചേ, ഡോക്ടർ പറഞ്ഞില്ലേ മരുന്ന് കഴിക്കുന്ന കാലത്തെങ്കിലും ദേഹത്തധികം ചൂടടിപ്പിക്കരുതെന്ന്. ഈ പോക്ക് പോയാൽ ഏപ്രിൽ മെയ് മാസം ഭയങ്കര ചൂടായിരിക്കും. അപ്പോഴാണ് റോമിയോയ്ക്ക് കാര്യം മനസ്സിലായത്. പട്ടണത്തിൽ നിന്നും ഏകദേശം 60 കിലോമീറ്റർ ദൂരത്തിലാണ് കരിമ്പനാൽ. നിറയെ മലകളാണ്. മല നിറയെ ഇടതൂർന്ന നിബിഡ വനവും. അവിടെ റിസോർട്ട് പണിയണമെന്നുദ്ദേശിച്ച് റോമിയോയുടെ പപ്പ സ്ഥലം വാങ്ങിയിരുന്നു. നല്ല ഒരു കെട്ടിടവും അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ തയ്യാറാക്കുകയും ചെയ്തതാണ്. അപ്പോഴാണ് കോവിഡിൻ്റെ കടന്നുവരവ്. അതുകൊണ്ട് പിന്നെ ആ വഴിക്ക് പോയിട്ടില്ല. കെട്ടിടം നിൽക്കുന്നത് കരിമ്പനാൽ പുഴയുടെ കരയിലാണ്. ശാന്തമായ അന്തരീക്ഷം. എങ്കിലും 2 മാസമൊക്കെ അവിടെ താമസിക്കുക എന്നൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അവന് ശ്വാസം മുട്ടലുണ്ടായി. എൻ്റെ പൊന്നെ, ഒന്ന് സമ്മതിക്കടാ, മമ്മിയുടെ സ്കിൻ എങ്ങനെയെങ്കിലും ഒന്ന് ഭേദമാകട്ടെ, സോഫിയ കെഞ്ചുന്ന സ്വരത്തിൽ പറഞ്ഞു. ഓക്കെ ശരി,
മനസ്സില്ലാ മനസ്സോടെ അവൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവൾക്ക് സന്തോഷമായി. ഒറ്റയ്ക്ക് അവിടെ താമസിക്കുക എന്ന് വെച്ചാൽ അസാധ്യമാണ്. റോമിയോയ്ക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കുക എന്ന് പറയുന്നത് ഒട്ടും ഇഷ്ടമുള്ള ഏർപ്പാടല്ല എന്നവൾക്കറിയാം. കൂട്ടുകാരും പെൺകുട്ടികളുടെ വായ്നോട്ടവുമൊക്കെ നഷ്ടമാകും. അതോർത്തപ്പോൾ അവൾ സ്വയം പുഞ്ചിരിച്ചു. എന്താ? അവൾ പുഞ്ചിരിക്കുന്നത് കണ്ടിട്ട് അവൻ ചോദിച്ചു. ഒന്നുമില്ല, നിനക്ക് ശരിക്കും ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ദേഷ്യമോ? എന്തിന്? എൻ്റെ കൂടെ കരിമ്പനാലിൽ വരുന്നത്, കൂട്ടുകാരുടെ കൂടെയുള്ള ചുറ്റിക്കറങ്ങലും പെൺപിള്ളേരെ പഞ്ചാരയടിക്കലും ഒക്കെ മുടങ്ങില്ലേ? റോമിയോയുടെ മുഖത്ത് ജാള്യത പരന്നു. മമ്മി എത്ര കൃത്യമായാണ് തൻ്റെ മനസ്സ് വായിച്ചത്. പിന്നെ അവൻ ജാള്യത മറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു, ചുമ്മാ വേണ്ടാതീനോ ഒന്നും പറയണ്ട. നീ ഒന്ന് ചുമ്മാതിരി റോമി. സോഫിയ ചിരിച്ചു. നിന്റെ ചുറ്റിക്കറങ്ങലും ചുറ്റിക്കളിയും ഒക്കെ എനിക്കറിയാം. അതൊക്കെ ഒരു 2 മാസത്തേക്ക് അങ്ങോട്ട് മാറ്റി വെക്കുക കേട്ടോ. അവിടെ എങ്ങും അയൽവക്കവും പെൺപിള്ളേരോ ഒന്നുമില്ല. ഏതു നേരവും മമ്മിയുടെ അവിഞ്ഞ മോന്ത കണ്ടുകൊണ്ടിരിക്കേണ്ടി വരും. സോഫിയ ചിരിച്ചു. അത്യാവശ്യം വായി നോക്കാൻ പറ്റുന്ന മോന്ത തന്നെയാണ് മമ്മിയുടെ. അത് വെച്ച് ഞാനങ്ങ് അഡ്ജസ്റ്റ് ചെയ്തോളാം. ഓ അത് ശരി. പിന്നല്ലാതെ. നീ ഒന്ന് പോടാ. 40-45 വയസ്സായി എനിക്ക്. മോന്തയുടെ വിശേഷമൊന്നും പറഞ്ഞ് എന്നെ സുഖിപ്പിക്കാനൊന്നും നോക്കണ്ട. മോന്ത മാത്രമല്ലല്ലോ. അവൻ ചിരിച്ചു. എന്നിട്ട് അവൻ മൊത്തത്തിൽ അവളെ ഒന്ന് നോക്കി. എല്ലാം കൊള്ളാം. മേടിക്കുന്നീ എൻ്റെ ഇന്ന്. അവൻ്റെ നോട്ടം തൻ്റെ ദേഹത്ത് കൂടി ഇഴഞ്ഞപ്പോൾ അവൾ ചിരിച്ചുകൊണ്ട് അവൻ്റെ നേരെ കൈ ഉയർത്തി. അടിക്കാൻ കൈയൊക്കെ പൊക്കുന്നുണ്ട്. റോമിയോ ചിരിച്ചു. പക്ഷേ മുഖം കണ്ടാൽ അറിയാം ഞാൻ പറഞ്ഞത് കേട്ടിട്ട് മമ്മിക്ക് ശരിക്കും അങ്ങ് സുഖിച്ചെന്ന്. അത് പറഞ്ഞിട്ട് അവൻ അവളെ വീണ്ടും പുഞ്ചിരിയോടെ നോക്കി. പിന്നെ സുഖിക്കാതെ? സോഫിയ പറഞ്ഞു. സുഖിപ്പിക്കാൻ പാകത്തിൽ നല്ല ഡയലോഗ് കാച്ചിയതാരാ? പെൺപിള്ളേരൊക്കെ ഉറങ്ങുമ്പോഴും അല്ലാത്തപ്പോഴും സ്വപ്നം കാണുന്ന ഈ സുന്ദരക്കുട്ടപ്പനല്ലേ പറഞ്ഞത്. അപ്പോൾ എന്നെപ്പോലെയുള്ള വയസ്സിമാർ പോലും ഒന്ന് സുഖിക്കും. പിന്നെ ഒരു വയസ്സിൽ. റോമിയോ അവളുടെ കവിളിൽ വിരലുകൾ കൊണ്ട് അമർത്തിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. എന്ത് വയസ്സുണ്ടെന്ന മമ്മിയുടെ ഒരു കണ്ടുപിടുത്തം. അവൻ അവളുടെ നേരെ മുഖമടിപ്പിച്ചു. എപ്പം മമ്മിയുടെ കൂടെ പുറത്തു പോയാലും എപ്പോഴും കാണും ചോരയൂറ്റി കുടിച്ചുകൊണ്ട് കുറേ പൂവാലന്മാർ. സ്വന്തം മോനാണ് കൂടെയുള്ളതെന്ന് പോലും വിചാരമില്ലാതെ അവന്മാരുടെ ഓരോ നോട്ടവും വെള്ളവിറക്കലും. നീ ഒന്ന് ചുമ്മാ ഇരി എൻ്റെ റോമി. വഴിയെ പോകുന്നവരെ ആരായാലും നോക്കില്ലേ? നമ്മൾ നോക്കില്ലേ? അതൊന്നും നീ പറയുന്ന പോലത്തെ നോട്ടമൊന്നും അല്ല. പിന്നെ അവൻ ശക്തമായി പ്രതിഷേധിച്ചു. മമ്മി എന്നാ പറഞ്ഞ് ഡിഫെൻഡ് ചെയ്താലും ഞാൻ സമ്മതിക്കില്ല. 1-2 പ്രാവശ്യമാണോ ഞാനതൊക്കെ കണ്ടിരിക്കുന്നേ. മമ്മിക്കും അറിയാത്. പക്ഷെ സമ്മതിച്ചു തരില്ല. രഹസ്യമായിട്ട് അതൊക്കെ ഓർത്ത് സുഖിക്കും. ഷേ, ഇത്തവണ അവൾ അവൻ്റെ തോളിൽ അടിച്ചു. രഹസ്യമായിട്ട് സുഖിക്കൂന്നോ? നീ എന്താ പറഞ്ഞേ? അല്ല, ഞാൻ അബദ്ധം പറ്റിയതുപോലെ അവൻ നാക്ക് കടിച്ചു. മമ്മി, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അവൻ പെട്ടെന്ന് പറഞ്ഞു. മമ്മി അവരുടെ ആ നോട്ടമൊക്കെ ചുമ്മാ ഓർക്കുമെന്നേ ഉദ്ദേശിച്ചുള്ളൂ. റോമിയോയുടെ വാക്കുകൾ അവളെ സുഖമായി ഒന്ന് കൊത്തി. രഹസ്യമായി സുഖിക്കുക എന്നവൻ പറഞ്ഞത് മോശമായ അർത്ഥത്തിലല്ല എന്നവൾക്കറിയാമായിരുന്നു. പക്ഷേ ഇടയ്ക്കിടെ താൻ മിക്കപ്പോഴും രഹസ്യമായി സുഖിക്കുന്നുണ്ട് എന്നത് ആരും അറിയുന്നില്ലല്ലോ. ആ ഓർമ്മയിൽ അവൾക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അല്ലാതെ മറ്റെന്ത് ചെയ്യാൻ കഴിയും? റോമിയോയുടെ പപ്പ ഇടയ്ക്കിടെ കുവൈറ്റിൽ നിന്ന് വരുന്നത് വല്ലപ്പോഴുമാണ്. വന്നാൽ തന്നെ നാട്ടിലെ പ്രമാണിമാർക്കിടയിൽ പൊങ്ങച്ചം പറഞ്ഞും നാട്ടുവിശേഷങ്ങൾ പറഞ്ഞും സമയം കളയുന്നതല്ലാതെ തൻ്റെ അടുത്തേക്ക് വരുന്നത് വല്ലപ്പോഴുമാണ്. അത് കാണുമ്പോൾ ദേഷ്യം വരാറുണ്ട്. നാട്ടിൽ വരുന്നത് ഭാര്യയും മോനേനും കാണാനല്ല, നാട്ടുകാരെ കാണാനാണോ എന്ന് ചോദിക്കാൻ പോലും താൻ ഒരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ ചൂടും തരിപ്പും ഉണർവുമൊക്കെ നിയന്ത്രിക്കാൻ താൻ പാടുപെടാറുണ്ട്. നിയന്ത്രിക്കുക എന്നത് അസഹ്യമാകുമ്പോൾ ചില കാര്യങ്ങളൊക്കെ താൻ സ്വയം ചെയ്യാറുമുണ്ട്. സോഫിയ ചിന്തകളിൽ മുഴുകിയിരുന്നു. മമ്മി. സോഫിയ റോമിയോയുടെ വിളി കേട്ടു. അവൾ ഞെട്ടി ഉണർന്നു. എന്താ? എവിടെയാ? ഏത് സ്വപ്നലോകത്താ? അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ പിടിച്ചു. പോടാ എന്ന്. താൻ സങ്കല്പിച്ചുകൊണ്ടിരുന്ന കാര്യം ഓർത്തപ്പോൾ അവൾക്ക് ലജ്ജയടക്കാനായില്ല. കള്ളി. അവളുടെ സുന്ദരമായ ലജ്ജയിലേക്ക് നോക്കി അവൻ പറഞ്ഞു. മുഖം കണ്ടാലറിയാം പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഏതോ ലൈൻ കേസോ അന്ന് പ്രപ്പോസ് ചെയ്ത ഏതോ ഹോട്ട് പീസിനെ ഓർത്തുകൊണ്ടിരിക്കുമായിരുന്നുവെന്ന്. ഈ ചെറുക്കൻ. എടാ, നീ അറിയാത്ത എന്നാ രഹസ്യം എനിക്കുള്ളത്? ഒന്നും ഓർക്കുമായിരുന്നില്ല. നമ്മൾ കരിമ്പനാലിൽ പോകുന്ന കാര്യമല്ലാതെ മറ്റൊന്നും ഞാൻ ഓർത്തേയില്ല.
ശരി ശരി, ഞാൻ വിശ്വസിച്ചു. കരിമ്പനാലിൻ്റെ ഒരു വശം ആകാശത്തേക്ക് ഉയർന്നു പോകുന്ന നിബിഡമായ വനമായിരുന്നു. അതിൻ്റെ അടിവാരത്തിലാണ് അവരുടെ കെട്ടിടം നിന്നിരുന്നത്. കെട്ടിടത്തിന് മുമ്പിൽ വിശാലമായി ഒഴുകുന്ന പുഴയും പുഴയ്ക്കപ്പുറം പിന്നെയും ആകാശം മുട്ടി നിൽക്കുന്ന മലകൾ. പുഴയ്ക്കും വീടിനും മധ്യേ മൺപാത. അത്1 കിലോമീറ്ററിനപ്പുറത്തുള്ള ചെറിയൊരു കവല വരെ എത്തുന്നു. കവല എന്നാൽ 2-3 ചെറിയ കടകൾ മാത്രം. കരിമ്പനാലിൽ അങ്ങനെ സ്ഥിരതാമസമായി ആരുമില്ല. അവിടെയുള്ള കൃഷിയോഗ്യമായ പ്രദേശങ്ങളിലെ ഉടമസ്ഥന്മാർ കൊല്ലത്തും തിരുവനന്തപുരത്തുമൊക്കെയാണ്. അവരാകട്ടെ അങ്ങോട്ട് വല്ലപ്പോഴും വന്നാലായി. ചുരുക്കത്തിൽ സോഫിയയുടെ കെട്ടിടത്തിനടുത്ത് മറ്റാരുടെയും വീടുകളോ ആവാസമോ ഇല്ലായിരുന്നു. വന്നയുടനെ അവരിരുവരും പരിസരമൊക്കെ ഒന്ന് വൃത്തിയാക്കി. പിന്നെ അകമൊക്കെ അടിച്ച് തളിച്ച് വെടിപ്പാക്കി. പൊടിയും മാറാലകളും മാറ്റി. കാറിൽ നിന്ന് ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും പാത്രങ്ങളും പലവ്യഞ്ജനങ്ങളും അടങ്ങിയ ബാഗുകളൊക്കെ അടുക്കളയിൽ ക്രമത്തിൽ വെച്ചു. പണികളൊക്കെ തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഡൈനിങ് റൂമിൽ വഴിയിലെ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മട്ടൻ ബിരിയാണിയുടെ മുന്നിലിരിക്കുമ്പോൾ സമയം 4 മണി. ശരിക്കും മടുത്തു. ഭക്ഷണം കഴിക്കുമ്പോൾ സോഫിയ പറഞ്ഞു, വന്നു കഴിഞ്ഞ് അതുമാതിരി പണിയല്ലേ എടുത്തത്. വെള്ളത്തിൻ്റെ കാര്യം നേരത്തെ പറഞ്ഞ് സോമൻ ചേട്ടനെ കൊണ്ട് അറേഞ്ച് ചെയ്യിച്ച് നന്നായി. അല്ലെങ്കിൽ ആ കാണുന്ന മലയിൽ പോയി ഹോസ് പൈപ്പൊക്കെ ഇട്ട് നേരം പാതിരാത്രി ആയേനെ, റോമിയോ പറഞ്ഞു. കവലയിൽ ഗ്രോസറി ഷോപ്പ് നടത്തുകയാണ് സോമൻ. കാര്യം വരാൻ അത്ര ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും ഇപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായേനെ എന്ന് തോന്നിപ്പോകുന്നു. ജാലകത്തിനപ്പുറത്ത് മനോഹരമായ നദീദൃശ്യത്തിലേക്ക് നോക്കി റോമിയോ പറഞ്ഞു, ഞാൻ പറഞ്ഞില്ലായിരുന്നോ. അവന് പിന്നാലെ അവളും പുറത്തേക്ക് നോക്കി. അവർ പലതും പറഞ്ഞ് ഭക്ഷണം കഴിക്കൽ തുടർന്നു. ആ ജംഗ്ഷനിൽ ആൾക്കാർ തീരെ ഇല്ലാതില്ല. കഴിക്കുന്നതിനിടയിൽ സോഫിയ പറഞ്ഞു, കുറേ പേരൊക്കെ ഓരോ കടയിലും ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ തീരെ ആൾക്കാരില്ലാത്ത സ്ഥലമൊന്നും അല്ലത്. കവലയിൽ കാറ് നിർത്തി അവിടെ കണ്ട ചായക്കടയിൽ നിന്നാണ് അവർ ഭക്ഷണം കഴിച്ചത്. ആൾക്കാർ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു, റോമിയോ പറഞ്ഞു. എന്നിട്ടവൻ അവളെ നോക്കി അർത്ഥഗർഭമായി ചിരിച്ചു. എന്നാ ഒരാക്കിയ ചിരി, അവൾ തിരക്കി. ചായക്കടയിൽ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നായിരുന്നു ഓരോരുത്തന്മാരുടെ ഒരു നോട്ടം, അവൻ പറഞ്ഞു. അത് കേട്ട് അവൾ ലജ്ജയോടെ പുഞ്ചിരിച്ചു. അവന്മാരെന്നാ വേണേലും ചെയ്യട്ടെ, സോഫിയ പറഞ്ഞു. അതൊക്കെ ശ്രദ്ധിക്കാൻ പോയാൽ നമുക്ക് വേറെ ജോലി ഉണ്ടാവില്ല. എന്നാലും കണ്ണ് മാറ്റാതെ മമ്മിയെ കടിച്ചു തിന്നുന്ന പോലെയല്ലായിരുന്നോ അവന്മാരുടെ നോട്ടം. ഞാൻ കൂടെ ഇല്ലായിരുന്നെങ്കിൽ മമ്മി അവർ പിടിച്ചോണ്ട് പോയേനെ. ഒന്ന് പോടാ, അവൾ കൈ ഉയർത്തി. അതേ മമ്മി, ഞാൻ നേര് പറഞ്ഞതാ. നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്മാരടുത്തടുത്ത് വന്നിരുന്നില്ലേ, അത് മമ്മീനെ നോക്കാനാ. അതും എന്നാ നോട്ടം, മമ്മി അതൊന്നും കണ്ടില്ലേ. പിന്നെ കാണാതെ ചിരി മാറ്റാതെ അവൾ പറഞ്ഞു, എന്നാ ചെയ്യാനാ, സഹിക്കുക, അത്ര തന്നെ. എന്നാലും 10-20 വയസ്സുള്ള ഒത്തൊരു ചെറുക്കൻ്റെ തള്ളയായ എന്നെ എന്ത് കണ്ടിട്ട് അവന്മാരിങ്ങനെ നോക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാകാത്തത്. എന്താ കാണാനില്ലാത്തത്, റോമിയോ ചിരിച്ചു. കാണാൻ ഒരുപാടുണ്ടല്ലോ, കണ്ണ് നിറച്ച്. അവൻ കണ്ണുകൾ അവളുടെ ശരീരത്തിലൂടെ ഇഴഞ്ഞു. പോടാ. അവൻ്റെ കണ്ണുകൾ നീങ്ങുന്നത് എങ്ങോട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അവൾ പുഞ്ചിരിച്ചു. മമ്മി എങ്ങനെ അവന്മാർ നോക്കാതിരിക്കും. മമ്മിയുടെ ബ്ലൗസിൻ്റെ സൈഡിൽ അന്നേരം സാരി ഇല്ലായിരുന്നു. സാരി സൈഡിൽ നിന്ന് ഫുള്ള് മാറിപ്പോയിരുന്നു. അവൻ്റെ വാക്കുകൾ കേട്ട് അവളൊന്ന് ചൂളി. ഈ ചെറുക്കൻ ഇതെവിടെയൊക്കെയാണ് നോക്കിയത്. അവൻ ചിരിച്ചു. ഞാൻ എങ്ങനെ നോക്കാതിരിക്കും. അവന്മാർ ഈ കണ്ണ് മാറ്റാതെ മമ്മിയുടെ എങ്ങോട്ടായി നോക്കുന്നതെന്ന് ഞാൻ നോക്കി. അന്നേരമാണ് കാണുന്നത് എല്ലാത്തിൻ്റെയും കണ്ണ് ഫുള്ള് മമ്മിയുടെ നെഞ്ചത്തേക്കാ. ഞാൻ കണ്ടു എന്നറിഞ്ഞപ്പോഴേലും അവന്മാർ കണ്ണ് മാറ്റുന്നില്ല. അവസാനം ഞാൻ അവന്മാരുടെ മുഖത്തുനിന്ന് നോട്ടം മാറ്റി. അവൾ ലജ്ജയോടെ അവനെ നോക്കി. മമ്മി എന്തിനാ ഇങ്ങനെ ചമ്മുന്നത്? ഇതിലും മുഴുത്ത എത്രയോ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കുന്നു. നമ്മൾ ഷെയർ ചെയ്യാത്ത എന്തെങ്കിലും സീക്രട്ട് ഉണ്ടോ ഇനി? എന്നിട്ടാണ് ഒരുമാതിരി പൊട്ടൻ ഡാഷ് ആദ്യമായി കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചമ്മൽ പോലെ. എടാ ചെറുക്ക, ഉണ്ടല്ലോ. സോഫിയ വീണ്ടും കൈ ഉയർത്തി. അത് സത്യമായിരുന്നു. എപ്പോഴും സോഫിയയും റോമിയോയും അവരുടെ വീട്ടിൽ തനിച്ചായതുകൊണ്ട് അവർക്കിടയിൽ അമ്മ മകൻ ബന്ധത്തേക്കാൾ കൂട്ടുകാർ തമ്മിലുള്ള ബന്ധമായിരുന്നു നിലനിന്നിരുന്നത്. ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒളിപ്പിച്ചിട്ടില്ല. തങ്ങളുടെ ജീവിതത്തിൽ നടന്നിരുന്ന സകല കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞിരുന്നു. റോമിയോ മുതിർന്നപ്പോൾ പ്രത്യേകിച്ചും അവൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന പെൺകുട്ടികളെക്കുറിച്ച് പോലും. പറ മമ്മി, ഞാൻ പറഞ്ഞത് ശരിയല്ലേ? റോമിയോ പറഞ്ഞു.
നീ പോടാ, നീ +2 പഠിക്കുമ്പോൾ പഞ്ചാര അടിച്ച് നടന്ന ആ ഐഷപ്പെണ്ണിൻ്റെ അത്രയൊന്നും വലിപ്പം എന്തായാലും എനിക്കില്ല. റോമിയോയോട് ഇതുപോലെ ഓപ്പണായി സംസാരിക്കുന്നത് ആദ്യമായൊന്നുമല്ല. പക്ഷേ ഇപ്രാവശ്യം എന്തുകൊണ്ടോ സോഫിയയ്ക്ക് അന്നത്തെ സംസാരം ശരിക്കും ഹരം കൊള്ളിച്ചു. മകൻ മുമ്പിലായിരുന്നെങ്കിൽ ശരിക്കും ആസ്വദിക്കാമായിരുന്നു. എന്നാ മമ്മി, പപ്പയെ ഓർമ്മ വന്നോ? ഇല്ല, എന്താ? മമ്മിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടപ്പോൾ ചോദിച്ചതാ. ഉറക്കെ ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. എവിടെയൊക്കെയാണ് നോക്കുന്നത്? എന്തൊക്കെയായി പറയുന്നത്? എന്ന് വെച്ചാൽ ഇതൊക്കെ നമ്മൾ ആദ്യമാണ് ഇങ്ങനെ പറയുന്നതെന്ന് തോന്നുമല്ലോ. മമ്മിക്ക് എന്താ ഈയിടെയായൊരു നാണം? മുമ്പ് നമ്മൾ എത്ര ഫ്രീ ആയിട്ടാണ് ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അതിപ്പം സോഫിയ ന്യായീകരിക്കാൻ ശ്രമിച്ചു. ശരിയാ, എന്നാലും നീ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അവൾ പുഞ്ചിരിച്ചു. പിറ്റേ ദിവസം റോമിയോ കവലയിൽ പോയി. അത്യാവശ്യം സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. ബൈക്ക് എടുക്കാതെ നടന്നാണ് പോയത്. വഴിയൊക്കെ വിശദമായി കാണാം എന്നൊക്കെ പറഞ്ഞാണ് പോയത്. അന്നല്പം ചൂട് കൂടുതലായിരുന്നു. ഓരോന്ന് ചെയ്യവേ സോഫിയ വിയർക്കാൻ തുടങ്ങി. അതുകൊണ്ട് ധരിച്ചിരുന്ന നൈറ്റി അവൾ അഴിക്കാൻ ശ്രമിച്ചു. അടുത്തോ അകലെ ഒരു വീട് പോലുമില്ല, ഒറ്റ മനുഷ്യരുമില്ല. ഇനി ആരെങ്കിലും വന്നാൽ തന്നെ വീട് അല്പം ഉയർന്നിടത്തായതുകൊണ്ട് കാണാൻ പറ്റും. ചെമ്മൺപാതയിൽ നിന്ന് ഗേറ്റ് തുറന്ന് വീട്ടിലേക്ക് വരാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ താനും. അതുകൊണ്ടാണ് അവൾ മറ്റൊന്നും ചിന്തിക്കാതെ അങ്ങനെ ചെയ്യാൻ ഒരുങ്ങിയത്. മമ്മി, ഞെട്ടിപ്പോയി മുമ്പിൽ റോമിയോ. മമ്മി, ഞാൻ മമ്മിക്കൊരു സർപ്രൈസ് തരാൻ ശബ്ദം കേൾപ്പിക്കാതെ വന്നതാ, അവൻ വിക്കി പറഞ്ഞൊപ്പിച്ചു. എന്ത് സർപ്രൈസ്? റോമിയോ സോഫിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്ത് ഭംഗിയാ മമ്മി മമ്മിയുടെ ബോഡി കാണാൻ. ശരിക്കും സ്റ്റാച്ചു ഒക്കെ ഉണ്ടാക്കുന്ന ആളുകൾ ഉളി കൊണ്ട് ചെത്തി ഉണ്ടാക്കിയ പോലെ. മമ്മിക്ക് എത്ര ഏജാണെന്നാ പറഞ്ഞേ? 45? അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. എൻ്റെ അമ്മേ, ഈ സാധനത്തിന് കൂടി വന്നാൽ 17 അല്ലെങ്കിൽ 18. വെറുതെ അല്ല പഞ്ചാരയടി സംഘം ഇപ്പോഴും മമ്മിയുടെ പുറകിൽ നിന്ന് മാറാത്തത്. സോഫിയ അവനെ രൂക്ഷമായി നോക്കി. പക്ഷേ അടുത്ത നിമിഷം അവളുടെ മുഖത്ത് പുഞ്ചിരിയുടെ വെളിച്ചവും കടന്നു വന്നു. അല്ല, എന്താ ഇങ്ങനെ ഇപ്പോൾ ചെയ്യാനൊരുങ്ങിയത്? പുറത്തേക്ക് നടക്കുമ്പോൾ അവൻ അവളോട് ചോദിച്ചു. എടാ, അതിവിടെ ആരും ഇല്ലല്ലോ. തുണി അലക്കാൻ തുടങ്ങുമായിരുന്നു. നല്ല ചൂട് തോന്നി, അസഹനീയ ചൂട്. എല്ലാം ഊരിപ്പറച്ച് കളഞ്ഞെന്ന് വെച്ച് ഇവിടെ ആരും ഇല്ലല്ലോ. നീ ആണേൽ ഇപ്പോഴൊന്നും വരത്തില്ല എന്നാ വിചാരിച്ചേ. ഇനി നീ വന്നാലും ആ ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേൾക്കാമല്ലോ. ഞാൻ കരുതിയോ നീ ഇങ്ങനെ ശബ്ദമൊന്നും കേൾപ്പിക്കാതെ പാത്തും പതുങ്ങിയും വന്നൂന്ന്. വരാന്തയിലേക്ക് നടക്കവേ തൻ്റെ തോളിലിരുന്ന് അവൻ്റെ കൈത്തലത്തിൽ അടിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. എന്നെ ചമ്മിച്ചത് മതി. ചമ്മിയത് മമ്മി, അവൻ പറഞ്ഞു. വരാന്തയിൽ എത്തിക്കഴിഞ്ഞ് പുറത്ത് താഴെ ചെമ്മൺപാതയിലേക്ക് അഭിമുഖമായി അടുത്തടുത്ത് കസേരകളിലിരിക്കവേ അവൻ തുടർന്നു. റോമിയോയുടെ സൗന്ദര്യവർണ്ണന വാക്കുകൾക്ക് മുമ്പിൽ കാമാതുരയാകുന്നതിലെ ചമ്മൽ മനസ്സിലേക്ക് കടന്നു വന്നെങ്കിലും അപ്പോൾ താഴത്തെ ചെമ്മൺപാതയിലൂടെ കുറേ പെണ്ണുങ്ങൾ കടന്നു പോകാൻ തുടങ്ങി. അവരിൽ ചിലർ അവരുടെ നേരെ സൗഹൃദത്തോടെ പുഞ്ചിരിച്ചു നോക്കി. അടുത്ത വല്ല തൊഴിലുറപ്പ് പണിയും കാണും മമ്മി, അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അതൊക്കെ കൊള്ളാം, സോഫിയ മകനോട് പറഞ്ഞു. അവരുടെ ആ സ്ഥാനത്ത് തന്നെ നോക്കി വെള്ളമിറക്കാതെ. എങ്ങനെ നോക്കാതിരിക്കും മമ്മി? നോട്ടം മാറ്റാതെ അവൻ പറഞ്ഞു. മമ്മിയുടെ അത്രയും വരില്ലേലും എന്നാ സൂപ്പർ ഐറ്റങ്ങളാ. പോടാ, അവൾ അവൻ്റെ തോളിലടിച്ചു. ആ ചുവന്ന ചുരിദാറിട്ട കൊച്ചിൻ്റെ അത്രയും തടിച്ചതാണോ എൻ്റെ ശരീരം? പിന്നല്ലേ, അവൻ അവളുടെ മേത്തേക്ക് നോക്കി പറഞ്ഞു. അതെന്നാ അങ്ങനെ ചോദിച്ചേ? മമ്മിയുടെ ദേഹം കണ്ണാടിയിലൊന്നും കണ്ടിട്ടില്ലേ? പിന്നെ കണ്ടിട്ടില്ലേ? അവൾ പെട്ടെന്ന് പറഞ്ഞു. എടാ, അതാ വേറൊരുത്തി, ആ നീല ബ്ലൗസിട്ട പെണ്ണ്. നോക്കിക്കേ, അതിൻ്റെ അത്രയും എന്തായാലും എൻ്റെ അല്ല. അവൾക്ക് മമ്മിയുടെ അത്രയും വണ്ണമുണ്ട്, അവൻ പറഞ്ഞു. ശരിയാ, അതെ, കാണാനും എന്നാ രസവാ. കൊച്ചു പിള്ളേരല്ലേ, ഈ പ്രായത്തിൽ എങ്ങനെയാ ഇത്രയും തടിക്കുന്നേ? നല്ല ആൺപിള്ളേരാരെങ്കിലും ഉണ്ടാവും മമ്മി, അല്ലാതെ എങ്ങനെയാ? ശരിയാ, സോഫിയ പറഞ്ഞു. ഒരാളൊന്നും ആയിരിക്കില്ല, പലരും കാണും. ശരിക്കും എല്ലാം അറിഞ്ഞ പെണ്ണുങ്ങൾ തന്നെയാ. ആ നടപ്പ് കാണുമ്പോൾ അറിയാം. മമ്മി, ഞാനിപ്പോൾ വരാം, ഒരു അർജൻറ്റ് പണിയുണ്ട്. റോമിയോ എഴുന്നേറ്റു. ഓരോന്നൊക്കെ പറഞ്ഞ് മൂടാക്കിയിട്ട് ആകെ പ്രശ്നമായി. ബാത്റൂമിൽ പോയി തിരികെ വരാന്തയിലേക്ക് ചെന്നപ്പോൾ അവിടെ അവൻ സോഫിയെ കണ്ടില്ല. എവിടെ പോയി? അവൻ കോമ്പൗണ്ടിലേക്കും പിന്നെ ഗേറ്റിൻ്റെ ഭാഗത്തേക്കും നോക്കി. അവിടെയുമില്ല. അവൻ അകത്തേക്ക് കടന്നു.
വാതിൽക്കലെത്തിയപ്പോൾ ഒന്ന് നിന്നു. അടച്ചിട്ട മുറിക്കുള്ളിൽ നിന്നും അമർത്തിയ മർമ്മരം. അവന് കാര്യം മനസ്സിലായി. അല്പം കഴിഞ്ഞപ്പോൾ മമ്മി റൂമിൽ നിന്നും വരാൻ തുടങ്ങുന്നത് പോലെ അവന് തോന്നി. അത് ഉറപ്പായപ്പോൾ അവൻ വരാന്തയിലേക്ക് പിന്തിരിഞ്ഞു. വരാന്തയിലെത്തി കസേരയിലിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ട് സോഫിയയും വന്നു. നീ വേഗം വന്നായിരുന്നോ? ഇല്ല, ജസ്റ്റ് ഇപ്പോൾ വന്നേ ഉള്ളൂ. മമ്മി എവിടെ പോയായിരുന്നു? ഞാൻ ചുമ്മാ അകത്ത്. അവൾ ലജ്ജയോടെ അവനെ നോക്കി. അവൻ അർത്ഥഗർഭമായി അവളെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് മനസ്സിലായി, അവൻ പറഞ്ഞു. അവൻ നോട്ടം അവളുടെ കണ്ണുകളിൽ നിന്നും മാറ്റിയില്ല. അവൾ വിഷയം മാറ്റി. നല്ല ചൂടാണല്ലോ ചെറുക്ക. അവൾ അല്പം അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചു. നൈറ്റി കോട്ടൺ അല്ലേ, എന്നിട്ടും ചൂടോ? അതേന്നേ. അപ്പോൾ എന്നാ ചെയ്യുന്നേ? എടാ, നിനക്ക് വെളുത്ത ബനിയനില്ലേ, കൊണ്ടുവന്നിട്ടില്ലേ? ഷർട്ടിനകത്തിടുന്നത് ഉണ്ട്, അവൻ ഉത്സാഹത്തോടെ പറഞ്ഞു. മമ്മിക്ക് ഇടാൻ വേണോ? വാവ്, വേണം. പക്ഷെ എന്താ ഒരു വാവ്? അത് മമ്മി എൻ്റെ വെളുത്ത ബനിയൻ ഇടുമ്പോൾ എന്നാ ലുക്കായിരിക്കുമെന്ന് ഓർത്തു പോയപ്പം പിന്നെ ലുക്ക്. നീ പോയി എടുത്തോണ്ട് വാച്ചക്ക. അവൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ അവളും അവനൊപ്പം ചെന്നു. മമ്മി എവിടെ പോകുക? ബനിയൻ ഈ ഗൗണിന് മുകളിൽ ഇടാൻ പറ്റത്തില്ലല്ലോ, മാറണ്ടേ? പിന്നെ ബോട്ടം എന്താ ഇടണ്ടേ എന്ന് നോക്കണ്ടേ? മമ്മി സാരിയുടെ അടിയിലിടുന്ന ഹാഫ് പാവാടയില്ലേ? സോഫിയ ഓർത്തു. ശരിയാണല്ലോ, നീ അതെടുത്തുകൊണ്ട് ബെഡ്റൂമിലേക്ക് വാ, ഞാൻ അന്നേരം പാവാട തപ്പട്ടെ, അവൾ പറഞ്ഞു. അവൻ അകത്തേക്ക് പോയി. അകത്ത് അയയിൽ മടക്കി തൂക്കിയിട്ടിരുന്ന പുതിയ ബനിയൻ എടുത്തു. സോഫിയുടെ മുറിയിലേക്ക് പോയി. ദാ മമ്മി, അവൻ പറഞ്ഞു. സോഫി അപ്പോൾ ഷെൽഫിൽ മടക്കി വെച്ചിരുന്ന വസ്ത്രങ്ങൾക്കിടയിൽ പരതുകയായിരുന്നു. എടാ, അത് കൈയുള്ള ബനിയനല്ലേ? അതല്ല, കൈയില്ലാത്തത്, സ്ലീവ്ലെസ്. അവൻ്റെ കയ്യിൽ നിന്നും ബനിയൻ അവൾ വാങ്ങി പറഞ്ഞു. എന്നിട്ടത് അവൾ അവൻ്റെ കയ്യിലേക്ക് തിരികെ നൽകി. അമ്മോ, അവൻ വിസ്മയത്തോടെ തലയിൽ കൈവച്ചു. അതാണോ? ഉണ്ടുണ്ട്. പിന്നില്ലേ? ഉണ്ട് മമ്മി, ഇപ്പം കൊണ്ടുവരാം. ഉത്സാഹത്തോടെ അവൻ അകത്തേക്ക് നടന്നു. നടക്കുകയായിരുന്നില്ല, ഓടുകയായിരുന്നു അവൻ. ആ ലുക്കിലൊന്ന് കാണാൻ അവന് വല്ലാത്ത ആഗ്രഹം തോന്നി. ഇവിടെ വന്നതിൽ പിന്നെ മമ്മി വീട്ടിലേക്കാളും ഭയങ്കര ഓപ്പൺ ആയിട്ടുണ്ട്. കയ്യില്ലാത്ത ബനിയൻ എടുത്തുകൊണ്ട് മിടിക്കുന്ന ഹൃദയത്തോടെ അവൻ സോഫിയയുടെ മുറിയിലെത്തി. അപ്പോഴേക്കും അവൾ പാവാട കണ്ടെത്തിയിരുന്നു. അതവിടെ വെച്ചേരെ, എന്നിട്ട് തിന്നേ പോയിരുന്നു, ഞാൻ ഇട്ടുകൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. അവൻ ബനിയൻ മേശപ്പുറത്ത് വെച്ചിട്ട് പുറത്തേക്ക് നടന്നു. വരാന്തയിൽ പോയിരുന്നു. അല്പം കഴിഞ്ഞ് പിമ്മിൽ കാൽപ്പെരുമാറ്റം കേട്ട് പതിയെ മുഖം തിരിച്ചു. അപ്പോൾ അവൻ്റെ ഹൃദയം പടപടാന്ന് മിടിക്കുന്നുണ്ടായിരുന്നു. അവൻ പൂർണ്ണമായും മുഖം തിരിച്ചു. ഹൃദയസ്തംഭനം വന്നു പോകുന്ന കാഴ്ച. എൻ്റെ അമ്മേ! അവൻ തലയിൽ കൈവച്ചു. വാ വൃത്താകാരത്തിൽ തുറന്നു. എന്നാ ലുക്കാണ് മമ്മി ഈ കോസ്റ്റ്യൂമിൽ. ഹോ, അവൾ ആശ്വാസത്തോടെ പറഞ്ഞു. ഇപ്പോൾ എന്തൊരാശ്വാസമാണെന്നറിയാവോ? സിക്കകത്ത് കയറിയ ഫീലാ. അല്ലാതെ നിൻ്റെ കണ്ണ് മിഴിപ്പിക്കാനോ വാ പൊളപ്പിക്കാനോ ഒന്നും ഇട്ടതല്ല ഞാൻ. അവൾ അവൻ്റെ അടുത്തേക്ക് വന്നു. മനസ്സിലായോ വായി നോക്കി? അത് പറഞ്ഞ് അവൾ അവൻ്റെ മൂക്കിൻ തുമ്പിൽ പിടിച്ച് ഞെക്കി. എൻ്റെ മമ്മി! അവളുടെ മൃദുലമായ കൈവിരലുകളിൽ പിടിച്ച് അടുത്തിരുത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. സോഫിയയുടെ ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം കേട്ടു. അവൾ മേശപ്പുറത്തിരുന്ന ഫോൺ എടുത്ത് നോക്കി. പെട്ടെന്ന് അവളുടെ മുഖത്ത് നാണവും പുഞ്ചിരിയും വിടർന്നു. ആരാ മമ്മി? പപ്പയാണോ? റോമിയോ ചോദിച്ചു. അല്ല, അവനെ ജാള്യതയോടെ നോക്കിയിട്ട് അവൾ ഫോൺ അറ്റൻഡ് ചെയ്തു. അതെ. എന്ന്? നാളെയോ? ഓക്കെ, പ്രോബ്ലം ഇല്ല. അതിന് പ്രോബ്ലം ഇല്ല, അത് ഞാൻ മാനേജ് ചെയ്തോളാം, ഡോൺ വറി. സംസാരം നിർത്തി അവൾ ഫോൺ മേശപ്പുറത്ത് വെച്ചു. ആരാ മമ്മി? എടാ അത്. അവൾ അവനെ നോക്കി ലജ്ജയോടെ പുഞ്ചിരിച്ചു. എനിക്ക് നിന്നോട് സംസാരിക്കാനുണ്ട്, നമുക്ക് വാ അവിടെ ഇരിക്കാം. മുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് നോക്കി അവൾ പറഞ്ഞു. റോമിയോ കസേരകൾ എടുത്തുകൊണ്ട് സോഫിയ കാണിച്ചിടത്തേക്ക് നടന്നു. പറ മമ്മി. മോനെ, എനിക്ക് 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ എപ്പം? അത് മമ്മി ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് ഞങ്ങളുടെ അയൽവക്കത്ത് ഒരു ചേട്ടനുണ്ടായിരുന്നു, എൻ്റെ ഏജ്. അവർക്ക് പറയാൻ വിഷമമുള്ളതുപോലെ തോന്നി. എന്താ മമ്മി? എന്നോട് പോലും പറയാൻ പാടില്ലാത്ത ആ രഹസ്യം. എന്നോട് പോലും എന്ന് പറഞ്ഞാൽ എന്നേക്കാൾ വലിയൊരു ഓപ്പൺ ഫ്രണ്ട് മമ്മിയുടെ ലൈഫിലില്ല എന്ന് മമ്മി തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ പറയാത്ത കാര്യമില്ല, എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറില്ലേ? ഞാൻ എത്ര ഫ്രീ ആയ മമ്മിയുടെ അടുത്ത് ഓരോന്നൊക്കെ പറയുകയും ചെയ്യുന്നേ. എൻ്റെ അടുത്ത് മമ്മിക്കൊരു കാര്യം പറയാൻ ഇത്രയും ചമ്മലും സ്റ്റാർട്ടിങ് ട്രബിളും
അത് കൊള്ളാം. അങ്ങനെയാണെങ്കിൽ രാത്രിക്ക് അടിക്കാൻ വെച്ചേക്കുന്ന ആ കുപ്പി ഇങ്ങോട്ടെടുത്താലോ? അവൾ ഒരു നിമിഷം ആലോചിച്ചു. ശരി, അവൾ പറഞ്ഞു. എന്നാൽ നമുക്ക് 2 അടിക്കാം. പറയാൻ പോകുന്ന കാര്യം അത്ര ഈസിയായി എനിക്ക് പറയാൻ പറ്റത്തില്ല. ഞാനും വരാം. അവർ വീണ്ടും അകത്തേക്ക് പോയി. റോമിയോ കവലയിൽ നിന്നും വാങ്ങിയ വിസ്കി ബോട്ടിലും അടുക്കളയിൽ നിന്നും പന്നി ഫ്രൈയും തണുത്ത വെള്ളവും എടുത്ത് മറ്റൊരു കസേരയും എടുത്ത് അവർ വീണ്ടും മുറ്റത്തേക്കിറങ്ങി. സോഡയും ഐസും ഒന്നുമില്ല, റോമിയോ പറഞ്ഞു. എന്നാലും ഇവിടുത്തെ വെള്ളത്തിന് ഐസിനേക്കാൾ തണുപ്പുണ്ട്. അത് വെച്ച് തൽക്കാലം അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. സാധനങ്ങൾ അവർ കസേരമേൽ വെച്ചു. സെർവ് ചെയ്യും മമ്മി, അവൻ പുഞ്ചിരിച്ചു. ഈ ചരക്ക് ലുക്കിൽ പൊളപ്പൻ ഡ്രസ്സിൽ മമ്മി ലിക്കർ സെർവ് ചെയ്യുന്നത് നല്ല അമറൻ സീന. നിനക്ക് ഈ ഒരു വിചാരമേ ഉള്ളൂ റോമി? വിസ്കി ബോട്ടിൽ എടുത്ത് തുറന്നുകൊണ്ട് അവൾ പറഞ്ഞു. ഗേൾ ഫ്രണ്ട്സിനെ കാണാത്തതിലുള്ള മൊത്തം സൂക്കേട് നിന്റെ ഓരോ വർത്താനത്തിലും ഉണ്ട്. അവൻ ഉറക്കെ ചിരിച്ചു. ചിരിച്ചത് മതി. മദ്യം ഗ്ലാസുകളിലേക്ക് പകരവേ അവൾ പറഞ്ഞു. അവൻ വെള്ളമൊഴിച്ച് ഒന്നെടുത്ത് അവളുടെ കയ്യിൽ കൊടുത്തു. അവൾ മറ്റേ ഗ്ലാസ് എടുത്ത് അവൻ്റെ കയ്യിലും കൊടുത്തു. ചിയേഴ്സ്, അവരിരുവരും പറഞ്ഞു. ആദ്യത്തെ റൗണ്ട് സിപ്പടിക്കാൻ എനിക്ക് പറ്റില്ല. ഒറ്റ വലി, അതാ രസം. ഗ്ലാസ് കാലിയാക്കി അവൾ പറഞ്ഞു. അവൾ ആശ്വാസത്തോടെ ഒന്ന് പിന്നോക്കം ചാഞ്ഞ് കൈകൾ രണ്ടും മുകളിലേക്ക് ഉയർത്തി. അവനെ ഒന്ന് അടിമുടി നോക്കിയിരുന്നു സോഫിയ. നിനക്കിപ്പം അർജൻറ്റായി ഒരു പെണ്ണിനെ കിട്ടണം. ഓരോ കോപ്രായം കണ്ടിട്ട് അവൾ പറഞ്ഞു. അവളുടെ കണ്ണുകളിൽ മദ്യലഹരിയുടെ ചുവപ്പ് കണ്ടു. അതാ കൂടെ കൂടെ ഓരോന്നൊക്കെ കാണിക്കുന്നേ. ഇവിടെ കാണൂടാ നല്ല സ്വയംഭം ചരക്ക് പെണ്ണുങ്ങൾ. നീ ഒന്ന് നോക്കിയാൽ പോരെ? നിന്റെ കാലും പിടിച്ചു വരും അതുങ്ങൾ. നീ ഒന്ന് ട്രൈ ചെയ്തോ. അതൊക്കെ സീനാകും മമ്മി. അവനും ഗ്ലാസ് കാലിയാക്കി. അപ്പോൾ സോഫിയ വീണ്ടും മദ്യം പകർന്നു. വെള്ളം മിക്സ് ചെയ്തു. ഒരു സീനുമില്ല ചെറുക്ക, സിപ്പ് ചെയ്തുകൊണ്ട് അവൾ പറഞ്ഞു. തീരെ കൊച്ചു പിള്ളേരാകാതിരുന്നാൽ മതി. 18 വയസ്സ് പ്രായം കഴിഞ്ഞ് കൊച്ചുങ്ങളെ അങ്ങ് പൊക്കടാ. അവളുടെ ഭാഷയിൽ ഇതുപോലെയുള്ള വാക്കുകൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ് എന്നവന് മനസ്സിലായില്ല. ഇതിനു മുമ്പും ഒരുമിച്ച് എത്രയോ തവണ മദ്യപിച്ചിരിക്കുന്നു. അപ്പോഴൊന്നും മമ്മി ഇതുപോലെയൊന്നും പറഞ്ഞിട്ടില്ല. അതുപോട്ടെ, മമ്മിക്ക് എന്താ പറയാനുള്ളത്? അതോ, പെട്ടെന്നോർത്ത് സോഫിയ പറഞ്ഞു. എടാ കൊച്ചേ, ആദ്യമായിട്ട് നിന്നോട് സോറി. സോറിയോ? എന്നാത്തിന്? എടാ, ഇങ്ങോട്ട് വരാനുള്ള ശരിക്കുള്ള കാരണം ഞാൻ നിന്നോട് പറഞ്ഞില്ല. ശരിക്കുള്ള കാരണമോ? എന്ത് കാരണം? മമ്മി എന്തായി പറയുന്നേ? അതേടാ കുട്ട, ഇങ്ങോട്ട് വന്നതിൻ്റെ റിയൽ റീസൺ സ്കിൻ പ്രൊട്ടക്ഷനൊന്നുമല്ല. പിന്നെ എന്നാ? പപ്പേട്ടനെയും ഗിരിരാജനെയും കാണാൻ. പപ്പേട്ടൻ? ഗിരിരാജൻ? അതാരാ? ഇവിടെയുള്ള ആളുകളാണോ? ഇവിടെയുള്ള ആളുകളല്ല, ഇവരൊക്കെ ഇപ്പോൾ കൊറിയയിലാണ്. ഇങ്ങോട്ട് വരും നാളെ. കൊറിയ? സൗത്ത് കൊറിയ? അല്ല, നോർത്ത് കൊറിയയെന്നോ? നാളെയോ? മമ്മി എന്തായി പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. സോഫിയ ഒന്നുകൂടി ചാഞ്ഞിരുന്നു. ഒരിറക്ക് മദ്യം കൂടി കുടിച്ചു. കണ്ണുകൾ തിരുമ്മി പുറത്തേക്ക് നോക്കി. അകലെ വെയിൽ വീണ മലകളിലേക്ക് നോക്കി. അവിടെ നിന്നും ആരുടെയോ പാട്ടിൻ്റെ നേർത്ത ശബ്ദത്തിലേക്ക് ഒരു നിമിഷം അവൾ കാതോർത്തു. പപ്പേട്ടൻ അല്ലെങ്കിൽ പത്മകുമാർ മാധവൻ മമ്മിയുടെ നെയ്ബറായിരുന്നു. ഗിരിരാജൻ കൊല്ലത്ത് ടൗണിൽ. ഞങ്ങൾ 3 ക്ലാസ്മേറ്റ്സാ. ഓക്കെ. സോഫിയ ഗ്ലാസ് കാലിയാക്കി. ഒന്നുകൂടെ ഒഴിക്കട്ടെ? അവൻ ചോദിച്ചു. ഒന്നാക്കണ്ട. അവൻ ബോട്ടിൽ ഗ്ലാസ്സിലേക്ക് ചരിക്കുന്നത് നോക്കി അവൾ പറഞ്ഞു. നമുക്കിതങ്ങ് തീർക്കാം. അവൻ അത്ഭുതത്തോടെ അവളെ നോക്കി. നീ എന്തിനാ എന്നെ അങ്ങനെ നോക്കുന്നേ? വല്ലപ്പോഴും അല്ലേ. മമ്മിയുടെ ഫ്രണ്ട്സ് മമ്മീനെ കാണാൻ വരുന്നതിൽ എന്താ ഒരു പന്തികേട്? ഫ്രണ്ട്സിനെ നമുക്ക് വീട്ടിലും സ്വീകരിക്കാമായിരുന്നല്ലോ. അതിന് കരിമ്പനാൽ വരെ വരേണ്ട ആവശ്യമുണ്ടായിരുന്നോ? നിനക്കിവിടെ വന്നത് ഇപ്പോഴും ഇഷ്ടമായിട്ടില്ലല്ലേ? അതല്ല മമ്മി. അവൾ മദ്യം കുടിച്ചിറക്കുന്നത് നോക്കി അവൻ പറഞ്ഞു. ഇവിടെ എനിക്കിഷ്ടമാണ്. സൂപ്പർ പ്ലേസ് അല്ലേ? ഡേ ഔട്ടൊക്കെ സൂപ്പറാണ് ഇവിടെ. ഞാൻ അതുകൊണ്ടല്ല പറഞ്ഞത്. മമ്മിയുടെ ഫ്രണ്ട്സിനെ സ്വീകരിക്കാൻ മാത്രം ഇങ്ങോട്ട് വരേണ്ടതുണ്ടായിരുന്നു എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഗ്ലാസ് പകുതിയാക്കി അവൾ മേശപ്പുറത്ത് വെച്ച് അവൾ പുറത്തേക്ക് മലമുകളിലേക്ക് നോക്കി. അവസാനം അവളുടെ കണ്ണുകൾ അവൻ്റെ മുഖത്ത് പതിഞ്ഞു. മോനെ, പപ്പേട്ടനും ഗിരിയും മമ്മിയുടെ ഫ്രണ്ട്സ് മാത്രമല്ല. പിന്നെ അതിപ്പോൾ ഞാൻ എങ്ങനെയാണ് നിന്നോട് പറയുക? വളരെ അൺനാച്ചുറലായ ഒരു കാര്യം. അതിപ്പോൾ എന്നോടല്ലാതെ മമ്മിക്ക് വേറെ ആരോടാ ഏത് അൺനാച്ചുറലായ കാര്യം പറയാൻ പറ്റുക?
മമ്മിയുടെ ലവ് അഫെയർസൊക്കെ ഞാൻ മോനോട് പറഞ്ഞിട്ടുണ്ട്, സ്കൂൾ മുതലുള്ളതൊക്കെ. അന്നേരം എനിക്ക് നാണം ഒട്ടും തോന്നിയിട്ടില്ല. മോൻ മുതിർന്ന കുട്ടിയല്ലേ, മെച്ചുവേർഡല്ലേ എന്നൊക്കെ എനിക്കറിയായിരുന്നു. പക്ഷേ ഇത്... സോഫിയ തുടയിലേക്ക് തുട കയറ്റി വെച്ചു. ഫ്രണ്ട്സ് അല്ലേ, പിന്നെ ആരാ? ലവേഴ്സോ? അവൻ ചോദിച്ചു. നിക്ക്, മമ്മിയുടെ ലവേഴ്സിൻ്റെ പേരൊക്കെ എനിക്കറിയായിരുന്നല്ലോ. 8th ക്ലാസ്സിൽ വെച്ച് ബെന്നി, 9th സ്റ്റാർട്ടിങ്ങിൽ ബോബി, അത് കഴിഞ്ഞ് ശിവൻ, പിന്നെ 10th സീരിയസ് ആയി ഫസ്റ്റ് ടൈം അന്നേരത്തെ ആൾ ആദ്യം എന്ന ആദിത്യൻ, അത് കഴിഞ്ഞ്... ഓക്കെ അതൊക്കെ നിനക്കറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ മമ്മിക്ക് പപ്പേട്ടൻ, പിന്നെ ആരാ? ഗിരി, ആ ഗിരിരാജൻ, ഈ പേരുകളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ. ഇല്ല, പറയാതിരുന്നത് അതൊരു സ്പെഷ്യൽ റിലേഷൻ ആയതുകൊണ്ടാണ്. സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഈ 2 പേരെ ഞാൻ ഒരേ സമയം പ്രേമിച്ചതാണ്. അല്ലെങ്കിൽ ഈ 2 പേരും മമ്മി ഒരേ സമയത്ത് പ്രേമിച്ചതാണ്. അതല്ലെങ്കിൽ മമ്മിയുടെ ലാസ്റ്റ് ലവ് ആയിരുന്നു ഇവരുടെ കൂടെ. മോൻ്റെ പപ്പയെ മാരി ചെയ്യുന്നതിന് മുമ്പ്, മമ്മി പപ്പാടെ മാത്രം ആകുന്നതിന് മുമ്പ്, ലാസ്റ്റ്. വാവ്! അത് കേട്ട് അവൻ അമ്പരന്നു. അവൻ അഭിനന്ദിക്കുന്നത് പോലെ അവളുടെ തുടയിൽ പതിയെ അടിച്ചു. വാവ് എന്നും നീ ഇപ്പോൾ പറയുന്നു? അവൾ ഗ്ലാസ് വീണ്ടും എടുത്തു. ഫുള്ള് കേട്ട് കഴിയുമ്പോൾ നീ പക്ഷേ എന്നെ... അവളുടെ സ്വരം മാറി. എന്താ മമ്മി? അവളൊന്നും മിണ്ടിയില്ല. ഫുള്ളായാലും ഹാഫായാലും കേൾക്കട്ടെ മോനെ. ഇത് സാധാരണ ഞാൻ മോനോട് പറഞ്ഞിട്ടുള്ളത് പോലെയുള്ള ലവ് സ്റ്റോറി അല്ല. ഇതൊരു 3 ലവ് സ്റ്റോറിയാ. എന്തോന്ന്? അവളുടെ വാക്കുകൾ കേട്ട് അവൻ ഇത്തവണ കൂടുതൽ അമ്പരന്നു. പറഞ്ഞേ. അവൾ ഗ്ലാസ് കാലിയാക്കി. നീ ഒന്നുകൂടി ഒഴിക്ക്, അവൾ പറഞ്ഞു. അല്ലാതെ ഇത് പറയാൻ പറ്റില്ല. മമ്മി ഇനി വേണ്ട, ഇപ്പോൾ തന്നെ ഓവറായി. പോടാ അന്ന് ഓവറായി എന്ന്. നീ ഒഴിക്കടാ. അവളുടെ സ്വരം അല്പം കുഴഞ്ഞിരുന്നു. കണ്ണുകൾ നന്നായി കലങ്ങി തുടുത്തു. റോമിയോ വീണ്ടും ബോട്ടിൽ ഗ്ലാസ്സിലേക്ക് ചരിച്ചു. കോളേജിൽ അന്ന് 3rd ഇയർ ആയിരുന്നു. മദ്യമിറക്കിക്കൊണ്ട് അവൾ തുടർന്നു. ഞങ്ങളുടെ ബാച്ച് തെന്മലയിൽ അന്നൊരു പിക്നിക് പോയി. എല്ലാവരും ഉണ്ടായിരുന്നു. ഹൈക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഉച്ച കഴിഞ്ഞപ്പോൾ തെന്മലപ്പുഴയിൽ ഞങ്ങൾ നീന്താൻ ഇറങ്ങി. അവിടെ മൊത്തം ചുഴിയല്ലേ മമ്മി? അവൾ തലകുലുക്കി. കരിനീലിച്ച നിറമുള്ള ഭാഗത്തേക്ക് നീന്താൻ തുടങ്ങിയപ്പോൾ മറ്റുള്ളവർ വിലക്കി. ഡേഞ്ചറാണ്, പോകരുത് എന്ന് പറഞ്ഞു. വകവയ്ക്കാതെ ഞാൻ അങ്ങോട്ട് നീന്തി. അല്പം ബിയർ കുടിച്ചിരുന്നു. അതിൻ്റെ അല്പം കിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് വിലക്കൊന്നും അത്ര കാര്യമാക്കിയില്ല. ഏകദേശം മിഡിൽ ഭാഗം എത്തുമ്പോഴാണ് ആരോ വെള്ളത്തിനടിയിൽ നിന്നും പിടിച്ചു വലിക്കുന്നത് പോലെ തോന്നുന്നത്. തോന്നലല്ല, ശരിക്കും മുകളിലേക്ക് കുതിക്കാൻ പറ്റുന്നില്ല. ആഴത്തിലേക്ക് അങ്ങ് മുങ്ങിപ്പോകുവാണ്. ശ്വാസം മുട്ടി. വയറും ശ്വാസകോശവും വെള്ളം കുടിച്ച് നിറഞ്ഞു പൊട്ടാൻ പോകുന്ന പോലെ തോന്നി. അപ്പോഴാണ് എൻ്റെ 2 വശത്തും 2 പേരെ കണ്ടത്. ആരാണെന്ന് എനിക്ക് വ്യക്തമായില്ല. അവരെന്നെ പിടിച്ചു മുകളിലേക്ക് പൊക്കി. അവരുടെ പിടുത്തത്തിൽ ഞാൻ മുകളിലേക്ക് പൊങ്ങി. അവരെന്നെ വലിച്ചുകൊണ്ട് പുഴയുടെ കരയിലേക്ക് നീന്തി. പപ്പേട്ടനും ഗിരിരാജനും? റോമിയോ ചോദിച്ചു. അവൾ തലകുലുക്കി. അവരുടെ ഇടയിൽ നനഞ്ഞു കുതിർന്ന് കിതച്ച് കിടക്കുമ്പോഴാണ് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞത്, തെന്മലപ്പുഴയിൽ ആ ഭാഗത്ത് വീണവരാരും ജീവനോടെ തിരിച്ചു വന്നിട്ടില്ല. ആദ്യമായാണ് ഞാൻ. റോമിയോ ഭയത്തോടെ അവളെ നോക്കി. അന്ന് തുടങ്ങിയ കൂട്ടാണ് എനിക്ക് അവരോട്. എനിക്ക് ലൈഫ് തന്നവർ. അവരില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇവിടെ നിൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നില്ല. പക്ഷേ അത് വെറും കൂട്ടായിരുന്നില്ല എന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ബോധ്യമായി. പരസ്പരം കാണാതിരിക്കാൻ പറ്റാത്ത വിധത്തിലായി ആ ബന്ധം. അതെന്താണ്, അതിൻ്റെ ശരിക്കുമുള്ള മീനിങ് എന്താണെന്ന് ഞങ്ങൾക്ക് ആദ്യമൊന്നും മനസ്സിലായില്ല. ഒരു ദിവസം കെമിസ്ട്രി ലാബിൻ്റെ പിമ്പിൽ ആർട്സ് ക്ലബ്ബ് ഓഫീസിനടുത്ത് ഞങ്ങൾ 3 പേരും ഇരിക്കുമ്പോൾ ഗിരിരാജ് ചോദിച്ചു, സോഫി, ഇനി 4-5 മാസം കൂടി കഴിഞ്ഞാൽ എന്ത് ചെയ്യൂടി? അത് കേട്ടപ്പോൾ എൻ്റെ കണ്ണുകൾ നിറഞ്ഞു. എനിക്ക് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. ഞാനത് ഓർക്കാറില്ല. അപ്പോൾ പപ്പേട്ടൻ പറഞ്ഞു, ഓർത്താ പിന്നെ ഒരു സമാധാനവും ഇല്ല. ഞാൻ അവരുടെ തോളുകളിൽ പിടിച്ചു. 2 പേരും എൻ്റെ തോളിൽ പിടിച്ച് അവരോട് ചേർത്തു. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഞാൻ കരച്ചിലിനിടയിൽ പറഞ്ഞു. അവർ 2 പേരും എന്നെ നോക്കി. ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല. എനിക്ക് പറ്റില്ല. എനിക്ക് നിങ്ങൾ 2 പേരെയും പിരിഞ്ഞിരിക്കാൻ വയ്യ. എൻ്റെ ഈശ്വര. ഗിരിരാജ് തലയിൽ കൈവച്ചു.
എൻ്റെ പെണ്ണെ, ഞാനും പപ്പനും ഈ കാര്യം ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് നിന്നെ വേറെ ഒരാൾ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നത് ചിന്തിക്കാനേ പറ്റുന്നില്ല. പക്ഷെ എന്തു ചെയ്യും, നാട്ടുനടപ്പനുസരിക്കാതെ പറ്റില്ലല്ലോ. നീ ഞങ്ങളുടെ ഫ്രണ്ട്സാണെന്നും വെച്ച്. ഫ്രണ്ടോ? ഞാൻ പെട്ടെന്ന് ചോദിച്ചു. ഞാൻ നിങ്ങളുടെ വെറും ഫ്രണ്ട് മാത്രമാണോ? ആണോ പപ്പേട്ടാ? ആണോടാ ഗിരി? ദൈവമേ! പപ്പേട്ടൻ തലയിൽ കൈവച്ചു. എടാ ഗിരി, നമ്മൾ കരുതുന്ന പോലെ തന്നെയാണല്ലോടാ ഇവളും കരുതുന്നേ. നിങ്ങൾ എന്നെക്കുറിച്ച് കരുതുന്നത് ഞാൻ നിങ്ങളെ കരുതുന്ന പോലെയാണോ? അവരെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് ഞാൻ ചോദിച്ചു. ഞങ്ങൾ കരുതുന്നത് നീ ഞങ്ങളുടെ പെണ്ണാണെന്നാണ്. ഞങ്ങൾക്ക് അങ്ങനെയല്ലാതെ നിന്നെ കാണാൻ പറ്റില്ല. ഈശോയെ! പെട്ടെന്നുണ്ടായ വികാരത്തള്ളിച്ചയിൽ ഞാൻ അവരെ മാറി മാറി ഉമ്മ വെച്ചു. അവരും എൻ്റെ കവിളിലും നെറ്റിയിലും ഉമ്മ വെച്ച് എന്നെ വീർപ്പ് മുട്ടിച്ചു. റോമിയോ അത്ഭുതത്തോടെ സോഫിയയുടെ വാക്കുകൾ കേട്ടിരുന്നു. ഞങ്ങളിത് എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് സംസാരിച്ച വിഷയമായെന്നറിയാമോ നിനക്ക്? എന്നെ മടിയിലേക്ക് കയറ്റിയിരുത്തി കാലുകൾ ഗിരിരാജൻ്റെ മടിയിലേക്ക് വെച്ചുകൊണ്ട് പപ്പേട്ടൻ പറഞ്ഞു. പക്ഷെ നീയും അങ്ങനെ കരുതുന്നുണ്ടോ എന്ന് ഞങ്ങൾക്കറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് പറയാതിരുന്നത്. വിചിത്രമായൊരു ബന്ധത്തിലേക്കാണ് ഞങ്ങൾ 3 പേരും നടന്നു കയറുന്നതെന്ന് മനസ്സിലായി. വിചിത്രം എന്നത് മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ എന്ന് പറയുന്നതാണ് ഉചിതം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സ്വാഭാവികമായ ബന്ധവും. മോളെ, ഗിരിരാജ് എൻ്റെ പാദങ്ങളിൽ നിന്ന് മുകളിലേക്ക് തഴുകിക്കൊണ്ട് പറഞ്ഞു. ഞങ്ങൾ നിന്നോടിത് പറയാതിരുന്നത് നമ്മുടെ ഇത്തരം ബന്ധങ്ങൾ സമൂഹത്തിന് മുമ്പിൽ വെളിപ്പെടുത്താൻ പറ്റാത്ത ഒന്നല്ലേ? അതുകൊണ്ടാണ്. എങ്ങാനും പുറത്തറിഞ്ഞാൽ ഒരു പെണ്ണെന്ന നിലയ്ക്ക് നിന്നെ സമൂഹം കല്ലെറിഞ്ഞ് കൊല്ലും. ഞങ്ങളെ ഹീറോ ആയി കാണുമെങ്കിലും ആരും എന്തും പറയട്ടെ. ഞാൻ ഹൃദയം നൽകി സ്നേഹിക്കുന്ന ആ 2 പുരുഷന്മാർക്കിടയിൽ അതുവരെ അനുഭവിക്കാത്ത അനുഭൂതി അറിഞ്ഞ് ഞാൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ കൂടാതെ പറ്റില്ല, നിങ്ങളെ മറക്കാൻ പറ്റില്ല. മമ്മി 1 മിനിറ്റ്. റോമിയോ ഇടയ്ക്ക് കയറി. അവൾ അവൻ്റെ മുഖത്തേക്ക് ആകാംക്ഷയോടെ നോക്കി. അവൻ ദേഷ്യപ്പെടാനോ വഴക്കിടാനോ പോവുകയാണോ എന്നോർത്ത് അവൾക്ക് സമ്മർദ്ദമേറി. ഏയ്, ടെൻഷൻ വേണ്ട. അവളുടെ മുഖത്തെ പരിഭ്രമം കണ്ടിട്ട് പുഞ്ചിരിയോടെ അവൻ പറഞ്ഞു. അവളുടെ തുടയിൽ അവൻ വീണ്ടും അമർത്തി. നിനക്കെന്നോട് ദേഷ്യമില്ലേ? എന്തിന്? സ്വന്തം മമ്മി 2 പേരോടൊക്കെ അഡ്വഞ്ചറസ് അല്ലേ? ഇറ്റ് ഈസ് സോ ഹോട്ട്. മമ്മി ബാക്കി പറ, ഓപ്പണായി പറ. നിനക്കെന്തോ ചോദിക്കാനുണ്ടായി എന്ന് തോന്നി. അത് ഞാൻ മറന്നു. മമ്മി കണ്ടിന്യൂ ചെയ്യേ. സോഫിയ ഗ്ലാസ് കാലിയാക്കി മേശപ്പുറത്ത് വെച്ചു. അവളുടെ ലഹരി തുളുമ്പുന്ന കണ്ണുകളിലേക്ക് അവൻ നോക്കി. അന്ന് ഞങ്ങൾ തീരുമാനിച്ചു, എത്ര വിചിത്രമായിട്ടാണ് മറ്റുള്ളവർക്ക് തോന്നുന്നതെങ്കിലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുമെന്ന്. വീട്ടുകാരെയും ഒക്കെ ധിക്കരിച്ച് മറ്റെവിടെയെങ്കിലും പോയി സന്തോഷത്തോടെ ജീവിക്കുമെന്ന്. എന്നിട്ട് പിന്നെ എന്തുണ്ടായി? അങ്ങനെ ഞങ്ങൾ ഏകദേശം 3 വർഷം പ്രണയിച്ചു. ഞങ്ങൾക്കിടയിൽ ഈഗോയോ പ്രോബ്ലമോ വഴക്കോ ഉണ്ടായിട്ടില്ല. പക്ഷേ പെട്ടെന്ന് മോൻ്റെ ഗ്രാൻഡ്പായ്ക്ക് ഒരു കാർഡിയാക് അറസ്റ്റ് ഉണ്ടായി. എന്നെ കോളേജിൽ നിന്ന് ഹോസ്റ്റലിൽ നിന്നും വിളിപ്പിച്ചു. ഞാൻ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ പപ്പായുടെ ബെഡ് സൈഡിൽ മോൻ്റെ പപ്പായും പപ്പായുടെ പേരൻസും ഉണ്ടായിരുന്നു. മോൻ്റെ ഗ്രാൻഡ്പാ എന്നോട് പറഞ്ഞു, മോളെ, എനിക്ക് പോകാൻ ടൈമായി. പോകുന്നതിന് മുമ്പ് നിനക്ക് നല്ലൊരു ഭർത്താവ് ഉണ്ടാകുന്നത് എനിക്ക് കാണണം. വിൻസെൻ്റ് നിന്നെ കണ്ടിട്ടുണ്ട്. നിന്നെ ഇഷ്ടവുമാണ്. ഗൾഫിൽ പെട്രോകെമിക്കൽസ് ബിസിനസ്സുള്ള ധനികനാണ്. സൽസ്വഭാവിയാണ്, ആദർശവാനാണ്. മോള് സമ്മതിക്കണം. എന്നാലേ എനിക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റൂ എന്ന്. അതും പറഞ്ഞ് ഗ്രാൻഡ്പ കണ്ണുകളടച്ചു. ശ്വാസം നിലച്ചുപോയി. സോഫിയ കണ്ണുകൾ തുടച്ചു. റോമിയോയും വല്ലാതായി. അവൻ അവളുടെ തോളിൽ പിടിച്ചു. കസേര വലിച്ചിട്ട് അവളുടെ അടുത്തിരുന്നു. അവൾ അവൻ്റെ തോളിൽ ചാരി. പിന്നെ ഒന്ന് നിശ്വസിച്ച് അവൾ തുടർന്നു. എൻ്റെ കൂടെ അവരും വന്നിരുന്നു. അവരും ആ രംഗത്തിന് ദൃക്സാക്ഷികളായിരുന്നു. അവർ എന്നെ ആശ്വസിപ്പിച്ചു. കാര്യത്തിൻ്റെ ഗൗരവം അവർ ഉൾക്കൊണ്ടു. ഒരുപാട് കരഞ്ഞെങ്കിലും പറഞ്ഞറിയിക്കാനാവാത്ത വേദനയുണ്ടായെങ്കിലും ഞങ്ങൾ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു. ഗ്രാൻഡ്പായോട് ഒന്നും വിശദീകരിക്കാൻ എനിക്കായില്ലല്ലോ. അതിനു മുന്നേ അദ്ദേഹം മരിച്ചില്ലേ? അപ്പോൾ അവസാനത്തെ ആഗ്രഹം നടത്തിയില്ലെങ്കിൽ എങ്ങനെ സമാധാനത്തോടെ ജീവിക്കാനാകും? അവർ പിന്നെ എന്നെ വിട്ടുപോയി. സങ്കടം കടിച്ചമർത്തി. ഞാൻ പോൻ്റെ പപ്പായെ മാരേജ് ചെയ്തു. അവർ പല ജോലികളും ചെയ്ത് അവസാനം കേൾക്കുമ്പോൾ നോർത്ത് കൊറിയയിലാണ്. അവിടെ ഗാങ്വോൺ പ്രൊവിൻസിൽ. ഇപ്പോഴും കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല. അയ്യോ, അപ്പോൾ അതിന് കാരണം അവരിപ്പോഴും മമ്മിയെ ഓർത്തോണ്ട്? സോഫിയ നിശബ്ദയായി തലകുലുക്കി. റോമിയോയ്ക്കും എന്താണ് പറയേണ്ടതെന്നറിയില്ലായിരുന്നു. പോട്ടെ മമ്മി, അവസാനം ആശ്വസിപ്പിക്കുന്ന സ്വരത്തിൽ അവൻ പറഞ്ഞു. ഏതായാലും അവർ നാളെ ഇവിടെ വരുമല്ലേ? അവരോട് കുറച്ച് ദിവസം ഇവിടെ നിൽക്കാൻ പറ.
സോഫിയ അത്ഭുതത്തോടെ എന്നാൽ ആശ്വാസത്തോടെയും മോനെ നോക്കി. മോനെ, നിനക്ക് പ്രോബ്ലം ഒന്നുമില്ലേ? എന്തിന്? അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മിയെ കാണാൻ മമ്മിയുടെ ഫ്രണ്ട്സ് വരുന്നു. അല്ല, പാസ്റ്റ് ലവേഴ്സ് വരുന്നു. അതിന് ഞാനെന്തിനാ വിഷമിക്കുന്നേ? മോനെ, അവരിവിടെ ഉള്ളപ്പോൾ മമ്മിയോട് ഫ്രീ ആയി സംസാരിക്കും, ഫ്രീ ആയി ഇടപെടും. അത് വേണമല്ലോ. ഫ്രീ ആയി ഇടപെടാനും മിണ്ടാനും. അല്ലെങ്കിൽ ഇത്ര കഷ്ടപ്പെട്ട് കൊറിയയുടെ മാപ്പുമായിട്ട് ഇങ്ങോട്ട് വരണ്ടല്ലോ. കൊറിയയുടെ മാപ്പോ? അതെന്താ, കൊറിയയ്ക്ക് മാപ്പില്ലേ? കൊറിയയ്ക്കും മാപ്പുണ്ട്, കൊച്ചിക്കും മാപ്പുണ്ട്. നീ എന്തോ ഡബിൾ മീനിങ് വേർഡൊക്കെ പറയുവാന്നാണ് എനിക്ക് തോന്നുന്നത്. ഡബിൾ അല്ല, ത്രിബിൾ. അവൻ വീണ്ടും അവളുടെ കാലിൽ കവിയമർത്തി. കാരണം വരുന്നത് 2 പേരല്ലേ, അപ്പോൾ ഡബിൾ അല്ല, ത്രിബിൾ. അവൾ ലജ്ജയോടെ അവനെ നോക്കി. അവർ വരുമെന്നറിയിച്ചപ്പം അവരുടെ കൂടെ ഫ്രീ ആയി 2-3 ദിവസം സ്പെൻഡ് ചെയ്യാൻ ടൗണിൽ പറ്റില്ലല്ലോ. ഇവിടെയാണേൽ ആൾതാമസമൊന്നുമില്ല, അകലെയോ അടുത്തോ ആരുമില്ല, ചുറ്റും കാടും മലയും പുഴയും ഒക്കെ. അതാണ് ഞാൻ ഇങ്ങോട്ട് വരാൻ പ്ലാൻ ചെയ്തത്. ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ നിൻ്റെ റെസ്പോൺസ് എങ്ങനെയാവുമെന്ന് ഒരു പിടിയില്ലായിരുന്നു. എന്നാലും എൻ്റെ മമ്മി. അവളുടെ കാൽവിരലിൽ വീണ്ടും പിടിച്ച് ഞെക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്തോരം അടവും സൂത്രവും മമ്മിയുടെ കയ്യിൽ. കൊള്ളാം. അവർ 2 പേരും ചിരിച്ചു. പിറ്റേ ദിവസം അവർ കവലയിലേക്ക് പോയി. പറഞ്ഞിരുന്ന സമയം 3 മണിയെന്നായിരുന്നു. കവലയിൽ ഒരു ചെറിയ ചായക്കടയിൽ സോഫിയയും റോമിയോയും പത്മരാജൻ്റെയും ഗിരിരാജൻ്റെയും വരവ് കാത്തിരുന്നു. ആരാ, സ്വന്തക്കാർ വല്ലവരും ആണോ? ചായക്കടക്കാരൻ കഷണ്ടി കയറിയ മധ്യപ്രായം കഴിഞ്ഞയാൾ ചോദിച്ചു. ആ, പപ്പാടെ ബ്രദേഴ്സാ. മുൻകൂട്ടി തീരുമാനിച്ചതിന് പ്രകാരം റോമിയോ പറഞ്ഞു. കടയിൽ 4-5 പേരുണ്ട്. ചായ കുടിക്കുകയും പത്രം വായിക്കുകയും ചെയ്യുന്നതിനിടയിൽ അവരുടെ കണ്ണുകൾ സോഫിയയെ കൊത്തി വലിക്കുന്നത് അവൻ കണ്ടു. കാമുകന്മാർ വരുമ്പത്തേനും മമ്മിയുടെ ദേഹത്ത് ബാക്കിയൊന്നും കാണുകയല്ല ചിലപ്പം. റോമിയോ മറ്റാരും കേൾക്കാതെ അവളുടെ കേൾക്കെ പറഞ്ഞു. ചുറ്റുമുണ്ട് വേട്ടപ്പട്ടികൾ, മമ്മിയെ കടിച്ചു പറിച്ചുകൊണ്ട്. അത് കേട്ട് അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് അറിയുന്നത് കടക്കാരനടക്കം അവിടെയുള്ളവരുടെ കണ്ണുകൾ തൻ്റെ ദേഹത്ത് കൊത്തുവലിക്കുക എന്ന്. എന്നാ ഒരു നോട്ടവായവന്മാരുടെ. അവൻ കേൾക്കെ അവൾ പെറുപിറുത്തു. പാവം തോന്നും അതുങ്ങളുടെ നോട്ടം കണ്ടാൽ. അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ദാഹിച്ചിരിക്കുവാന്നാ തോന്നുന്നത്. മമ്മി പറ്റുമെങ്കിൽ മനസ്സലിവ് തോന്നി അവരെ മാമ ഊട്ട്. പോടാ പട്ടി. അവൾ അവൻ്റെ നേരെ നാക്ക് കടിച്ചു. ഇഡ്ഡലി ഉണ്ടോ അവറാൻ ചേട്ടാ? തുടയിൽ ചൊറിഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന ഒരാൾ സോഫിയെ നോക്കി ചോദിച്ചു. നിനക്കെന്നാ കണ്ണില്ലേ? മറ്റൊരാൾ അയാളോട് ചോദിച്ചു. നല്ല സൂപ്പർ ഇഡലിയും വടയും ഒക്കെ ഇത്ര അടുത്തിരുന്നിട്ട്. തെണ്ടികൾ എന്നെപ്പറ്റിയാ പറയുന്നേ, സോഫിയ അവനോട് പറഞ്ഞു. ഡിസ്കംഫർട്ട് തോന്നുന്നെങ്കിൽ മാറിയിരിക്കാം, പുറത്തു പോകാം. അവൻ പറഞ്ഞു. എന്നാ എങ്കിലും പറയട്ടെ, അവരിപ്പോൾ എത്തുമെന്ന് തോന്നുന്നു. അപ്പോഴേക്കും ചെമ്മൻ പാതയുടെ അങ്ങേയറ്റത്ത് ദൂരെ നിന്ന് അങ്ങോട്ടേക്കൊരു ടവേര വരുന്നത് കണ്ടു. അതായിരിക്കും നിങ്ങളുടെ ആളുകൾ, ചായക്കടക്കാരൻ അങ്ങോട്ട് നോക്കി പറഞ്ഞു. ആ ഭാഗത്തെങ്ങും ഇങ്ങനത്തെ വണ്ടി ആർക്കും ഇല്ല. സോഫിയയുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ പ്രകാശം ഉദിക്കുന്നത് റോമിയോ കണ്ടു. തൻ്റെ മമ്മി അവരെ ഇത്രയേറെ സ്നേഹിക്കുന്നു, ആഗ്രഹിക്കുന്നുവെന്നറിയാൻ അവളുടെ മുഖത്തെ പ്രകാശം കണ്ടാൽ മാത്രം മതിയായിരുന്നു അവന്. വണ്ടി കടയുടെ അടുത്തെത്താറായപ്പോൾ സോഫിയയും റോമിയോയും കടയിൽ നിന്നും വഴിയിലേക്ക് ഇറങ്ങി നിന്നു. മമ്മി ഭയങ്കര എക്സൈറ്റഡ് ആയല്ലോ, അവളെ നോക്കി റോമിയോ പറഞ്ഞു. പിന്നെ എക്സൈറ്റഡ് ആകാതെ? ജീവനോടെ പോലും ഉണ്ടെന്ന് കരുതിയതല്ല. എന്നിട്ടാണ്. നീ ഒന്ന് പ്രേമിച്ചു നോക്കണം എന്നെപ്പോലെ, അപ്പം മനസ്സിലാകും. ഞാൻ പ്രേമിക്കും, മമ്മി പ്രേമിച്ച പോലെ. അതിന് 2 ചരക്ക് പെണ്ണുങ്ങളെ റെഡിയാക്കണം ആദ്യം. അത് പറഞ്ഞ് അവൻ അവളെ കുസൃതിയോടെ നോക്കി. അവളും ഒന്ന് പോടാ. അപ്പോഴേക്കും വാഹനമെത്തി. അത് അവരുടെ അടുത്തെത്തി നിന്നു. സോഫിയയും റോമിയോയും ആകാംക്ഷയോടെ അകത്തേക്ക് നോക്കി. കയറ്. അവരെ നോക്കി പുഞ്ചിരിച്ചു കൊണ്ടിരുന്നവരിൽ ഒരാൾ പറഞ്ഞു. മുമ്പിൽ കയറ് മമ്മി. അവൻ പറഞ്ഞു. ഞാൻ പിന്നിലിരുന്നോളാം. അത് വേണ്ട, നമുക്ക് 2 പേർക്കും പിമ്പിലിരിക്കാം. അത് കേട്ട് അവരിൽ ഒരാൾ പിണ്ടൂർ തുറന്നു കൊടുത്തു. സോഫിയയും റോമിയോയും വണ്ടിക്കുള്ളിലേക്ക് കയറി. അപ്പോൾ അവർ 2 പേരും തിരിഞ്ഞു നോക്കി. ഡ്രൈവ് ചെയ്യുന്നയാൾ ഇരുനിറക്കാരനാണ്. നല്ല പ്രകാശമുള്ള കണ്ണുകൾ, ആരോഗ്യമുള്ള ശരീരം, അമിത വണ്ണമില്ല, കാണാൻ സുമുഖൻ. ഹായ്, ഞാൻ ഗിരിരാജ്. അയാൾ റോമിയോയെ നോക്കി പറഞ്ഞു. ഞാൻ റോമിയോ. അവനും പറഞ്ഞു. മോൻ്റെ പേര് ഞങ്ങൾക്കറിയാം. അടുത്തിരുന്നയാൾ പിമ്പിലേക്ക് തിരിഞ്ഞ് അവനോട് പറഞ്ഞു. മോൻ്റെ മമ്മി പറഞ്ഞിരുന്നു. ഞാൻ പത്മരാജ്.
അയാൾ നന്നായി വെളുത്തിട്ടാണ്, അല്പം തടിയുണ്ട്, അവിടെ ഇവിടെ നരച്ചിട്ടുണ്ട്. അയാൾ അല്പം താടിരോമങ്ങൾ വളർത്തിയിരുന്നു. സോഫിയ അതുപോലെ തന്നെ ഇരിക്കുന്നല്ലോ, ഗിരിരാജ് പറഞ്ഞു. ആരാ മോശം? സോഫിയ ചിരിച്ചു. കൊറിയയിലെ ഫുഡൊക്കെ കേമമാണെന്ന് മനസ്സിലായി. രണ്ടാൾക്കും വലിയ മാറ്റമൊന്നുമില്ല, ഒന്ന് പോടി, പത്മരാജൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞ് അബദ്ധം പറ്റിയതുപോലെ അയാൾ റോമിയോയെ തിരിഞ്ഞു നോക്കി. അവന് പക്ഷേ കാര്യം മനസ്സിലായില്ല. എന്തു പറ്റി അങ്കിൾ? അവൻ ചോദിച്ചു. അല്ല, ഞാൻ മോൻ കേൾക്കെ മമ്മി എടി എന്നൊക്കെ അയാൾ വിശദീകരിക്കാൻ ശ്രമിച്ചു. ഓ അതാണോ? റോമിയോ ചിരിച്ചു. അതിനെന്താ, നിങ്ങൾ ക്ലാസ്മേറ്റ്സ് അല്ലേ, ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ എടി പോടി എടാ പോടാ എന്നൊക്കെയല്ലേ വിളിക്കേണ്ടത്. അതിപ്പോൾ നോർമലല്ലേ, ഐ ഡോണ്ട് മൈൻഡ്. അപ്പോൾ സോഫിയ അവൻ്റെ കയ്യിൽ പിച്ചി. ഞങ്ങൾ കൊറിയയിലേക്ക് മാറിയത് ഈ വർഷമാ സോഫി, പത്മരാജൻ പറഞ്ഞു. അതുകൊണ്ട് അതിനു മാത്രം കൊറിയൻ ഫുഡൊന്നും ദേഹത്ത് കയറിയിട്ടില്ല. അവർ ചിരിച്ചു. നിങ്ങൾ ഒരേ ക്ലാസ്സിലായിരുന്നോ? റോമിയോ ചോദിച്ചു. അതെ, ഞങ്ങൾ നല്ല തിക്ക് ഫ്രണ്ട്സ് ആയിരുന്നു കോളേജിൽ, പത്മരാജൻ പറഞ്ഞു. അങ്കിളെ, നിങ്ങൾ ഫ്രീ ആയിട്ട് മമ്മിയോട് വർത്താനം പറഞ്ഞോ. മമ്മി നിങ്ങളെപ്പറ്റി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഗിരിരാജ് പെട്ടെന്ന് വണ്ടി നിർത്തി. പിന്നിലേക്ക് അമ്പരന്ന് നോക്കി പത്മരാജും. ഷോ, നിന്റെ കാര്യം, അവൾ വീണ്ടും അവൻ്റെ കയ്യിൽ പിച്ചി. സോഫി, പത്മരാജ് അല്പം പരിഭ്രമത്തോടെ വിളിച്ചു. എല്ലാ എന്ന് വെച്ചാൽ നേരാണോടി? അവൾ ലജ്ജയോടെ അവരെ നോക്കി, പിന്നെ മകനെയും, പിന്നെ അവരെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് സാവധാനം തലകുലുക്കി. മമ്മി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ, സോഫിയയെ തോളിൽ പിടിച്ചടിപ്പിച്ചുകൊണ്ട് അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മമ്മിക്ക് ഞാനും. അതുകൊണ്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെ സീക്രറ്റ്സ് ഒന്നുമില്ല. ഞാൻ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കൊരു ടെൻഷനും വേണ്ട കേട്ടോ. ബി ഫ്രീ. അവരിരുവരും അവനെ വീണ്ടും മിഴിച്ചു നോക്കി. എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കുന്നേ? അത് മോനെ, പത്മരാജ് പറഞ്ഞു. മോൻ്റെ മമ്മി ഞങ്ങളോട് രണ്ടുപേരോടും ഒരേ സമയം അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നു എന്നറിയുമ്പോൾ, അല്ല, അങ്ങനെ ഒരു റിലേഷൻ ലോകത്ത് അങ്ങനെ ആരും എന്ന് വെച്ചാൽ മോൻ അറിയാമല്ലോ. അപ്പോൾ മമ്മിയോട് പിന്നെ ഞങ്ങളോടും വിഷമമോ ദേഷ്യമോ ഒന്നുമില്ലേ? ദേഷ്യം, വിഷമം, അവൻ അവരെ നോക്കി പറഞ്ഞു. ഏയ്, ഒട്ടുമില്ല. പിന്നെ മമ്മിക്ക് മുമ്പും അതുപോലെ കുറച്ച് പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ, മഹാഭാരതത്തിലെ പാഞ്ചാലി. മമ്മി എന്തായാലും അത്രയൊന്നും ഇല്ലല്ലോ, രണ്ടുപേരല്ലേ ഉള്ളൂ. അതും പറഞ്ഞ് അവൻ ഉറക്കി ചിരിച്ചു. ഷോ, ഈ ചെറുക്കൻ, അവൻ അവൻ്റെ കയ്യിൽ ഉച്ചത്തിലടിച്ചു. എന്തൊക്കെയായി പറയുന്നേ? നിൻ്റെ കാര്യം എനിക്ക് ഭയങ്കര ചമ്മലാകുന്നുണ്ട് കേട്ടോ. കള്ളി പെണ്ണിൻ്റെ ഒരു നാണം അവളുടെ കവിളിൽ നുള്ളിക്കൊണ്ട് അവൻ പറഞ്ഞു. ആകെ പൂത്തുലഞ്ഞ് കുതിർന്നല്ലോ സുന്ദരി. അത് കേട്ട് അപ്പോൾ അവരും ചിരിച്ചു. ഒന്ന് പോടാ. ഒരു കൈ കൊണ്ട് മുഖം പാതി മറച്ച് ലജ്ജയിൽ കുതിർന്ന് അവൾ പറഞ്ഞു. ഗിരിരാജ് വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അധികം താമസിക്കാതെ അവർ വീട്ടിലെത്തി. റോമിയോ വണ്ടിയിൽ നിന്നും ഇറങ്ങി ഗേറ്റ് തുറന്നു. വണ്ടി അകത്തേക്ക് കയറി. ഇതിപ്പോൾ സ്വിറ്റ്സർലൻഡിനേക്കാൾ സൂപ്പർ പ്ലേസ് ആണല്ലോടി. വണ്ടിയിൽ നിന്നും ഇറങ്ങി ചുറ്റുവട്ടത്തേക്ക് നോക്കി പത്മരാജൻ പറഞ്ഞു. അവരുടെ കണ്ണുകൾ വീടിന് പിമ്പിലെ ആകാശത്തേക്ക് ഉയർന്നുയർന്നു പോകുന്ന മലകളിലേക്കും വീടിന് മുമ്പിൽ ദൂരെ കാണാവുന്ന പുഴയുടെ വിശാല നീലിമയിലേക്കും സഞ്ചരിച്ചു. പുഴയ്ക്കും വീടിനുമിടയിൽ പച്ച പുതച്ച സമതലമാണ്. അവിടെ മുഴുവനും അപരാഹ്നത്തിലെ വെയിൽ വീണിരുന്നു. അവിടെ അങ്ങനെ നിന്നാൽ മതിയോ? അല്പം കഴിഞ്ഞപ്പോൾ സോഫിയ വിളിച്ച് ചോദിച്ചു. കുളിക്കണ്ടേ? യാത്രാക്ഷീണമൊക്കെ പോകും, ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അവർ റോമിയോയെ നോക്കി ചിരിച്ചു. അവനും. അവർ വണ്ടിയിൽ നിന്ന് ബാഗുകൾ എടുത്ത് അകത്തേക്ക് കയറി. റോമിയോ അവരുടെ കൂടെ അകത്തേക്ക് നടന്നു. അവർ കുളിക്കാൻ കയറിയപ്പോൾ റോമിയോ അടുക്കളയിലേക്ക് ചെന്നു. എന്താ മമ്മി, അവരുടെ കൂടെ കുളിക്കാൻ പോകാൻ തോന്നുന്നുണ്ടോ? പോടാ, നിയന്ത്രിക്കാനാവാത്ത ലജ്ജയോടെ അവൾ പറഞ്ഞു. അവൻ അവളുടെ അരയിൽ ചുറ്റിപ്പിടിച്ച് പുന്നാരിച്ചു. എന്താ ഇന്ന് മമ്മിയോട് വലിയൊരു പുന്നാരോ സ്നേഹവും? അവൾ സ്റ്റൗവിൽ കാട്ടിറച്ചി ഉലർത്തിക്കൊണ്ട് ചോദിച്ചു. മമ്മിയോട് എനിക്ക് എപ്പോഴാ പുന്നാരോ സ്നേഹവും ഇല്ലാതിരുന്നിട്ടുള്ളത്? അവൻ ചോദിച്ചു. മമ്മി അവരുടെ കൂടെ, അതൊക്കെ ഓർത്തപ്പോൾ എനിക്ക് മേലത്തെ വല്ലാത്ത ഇളക്ക് നിർത്തി അവൾ അവനെ അത്ഭുതത്തോടെ നോക്കി. അവരുടെ കൂടെ എന്ന് പറഞ്ഞാൽ? അവളുടെ സ്വരത്തിൽ അല്പം വിറയലുണ്ടായിരുന്നു. അവരുടെ കൂടെ രാത്രി ഒരുമിച്ച് കിടക്കുന്നത്. ഷോ, അവൾ മുഖം പൊത്തി. ഞാൻ അങ്ങനെ ഒന്ന് വിചാരിച്ചിട്ട് കൂടിയില്ല. നീ എന്തിനാ അതൊക്കെ ഓർക്കുന്നത്? വിചാരിച്ചിട്ട് കൂടിയില്ല. ഒന്ന് ബോഡി. ചെറുക്ക, നീ എന്നെ ഇടിയ ബോഡി എന്നൊക്കെയാണോ വിളിക്കുന്നത്? പിന്നെ ആദ്യമായിട്ടല്ലേ എന്ന് വെച്ചാൽ ഞാൻ ആ മമ്മിയെ ഇടി എന്ന് വിളിക്കുന്നത്.
ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ മുത്തേ, അവൾ പറഞ്ഞു. നീ എന്നെ എടി ബോഡി എന്നൊക്കെ വിളിക്കുമ്പോൾ കേൾക്കാൻ എനിക്ക് എന്തിഷ്ടാ. മോൻ അങ്ങനെ വിളിച്ചോ. നീ എന്നെ സുഖിപ്പിച്ച് അങ്ങനെ വിഷയം മാറ്റുമൊന്നും വേണ്ട. അവളെ കൈകൊണ്ട് ചുറ്റിപ്പിടിച്ച് അവൻ പറഞ്ഞു. എന്ത് വിഷയം? അവരുടെ കൂടെ മമ്മി ഇന്ന് രാത്രി കിടക്കുന്ന വിഷയം. സോഫിയ ഒന്നും മിണ്ടാതെ അവനിൽ നിന്നും നോട്ടം മാറ്റി. മമ്മിയുടെ ബോഡി ഇപ്പം തന്നെ ചൂട് പിടിച്ചല്ലോ. അവളുടെ കൊഴുത്ത കൈത്തണ്ടയിൽ അമർത്തിക്കൊണ്ട് അവൻ പറഞ്ഞു. ഞാൻ പറഞ്ഞത് നേരല്ലേടി. ഞാൻ പറഞ്ഞത് കേട്ടിട്ട് നിനക്ക് ശരിക്കും മൂടായില്ലേ? അതിപ്പം അവൾ വികാരത്തള്ളിച്ചയിൽ ഒന്നും പറയാൻ സാധിക്കാതെ നിന്നു. വീണ്ടും ഉലർത്തൽ തുടർന്നു. എന്തിനാ മോളെ ചമ്മുന്നേ? അവൻ അവളെ അമർത്തിക്കൊണ്ട് ചോദിച്ചു. നീ ഒത്തിരി കൊതിക്കുന്നുണ്ട്, അതെന്നെനിക്കറിയാം. അവരും അതിനേക്കാൾ തീവ്രമായി കൊതിക്കുന്നുണ്ടെന്നും എനിക്കറിയാം. ഒരു ചമ്മലും വേണ്ട. ഇത്ര കാലം കാണാതിരുന്നിട്ട് കിട്ടിയതല്ലേ. അതിൻ്റെ ആവേശം ഒട്ടും കുറയ്ക്കാതെ 3 ആളും കൂടി അങ്ങ് തകർക്ക്. എൻജോയ് ചെയ്യ്, അടിച്ചു പൊളിക്ക്. എന്നെ മൈൻഡ് ചെയ്യണ്ട. എന്നെ ഓർത്ത് ചമ്മുവേം വേണ്ട. അതൊക്കെ ഓർത്ത് ഞാനിവിടെ രസിച്ചോളാം. അവൾ ചിരിച്ചു. അയ്യോ മമ്മി, അവരെ സൽക്കരിക്കാൻ സാധനമില്ലല്ലോ. മമ്മി അവരെ പേഴ്സണലായി സൽക്കരിക്കുന്നതിന് മുമ്പ് അല്ലാതെ ഒരു സൽക്കാരം കൊടുക്കണ്ടേ? ഒരു ഫുള്ളിരിപ്പില്ലേ? ശരിയാണല്ലോ. അത് മതി. പിന്നെ മമ്മി, അവൻ പറഞ്ഞു, അവർ കുളി കഴിഞ്ഞ് ഇപ്പം ഇറങ്ങും. മമ്മി ഏത് ഡ്രസ്സാണ് ഇടുന്നേ? ഏതേലും നൈറ്റി, അവൾ പറഞ്ഞു. അങ്ങനെ ഏതേലും നൈറ്റി ഒന്നും ഇടണ്ട. ആ ബ്ലാക്ക് സ്ലീവ്ലെസ് ഗൗൺ ഇട്ടാൽ മതി. അതോ? എടാ, അതല്പം ട്രാൻസ്പെറൻ്റ് അല്ലേ? പോരാത്തതിന് മുട്ടിന് മുകളിൽ വരെയുള്ളൂ. അപ്പോഴല്ലേ ഒരു ഹോട്ടലിലേക്ക് വരൂ. പ്ലീസ് മമ്മി, മമ്മി ആ ബ്ലാക്ക് ഗൗൺ ഇട്ടേ വരാവൂ. അവർ കുളിച്ച് കഴിയുമ്പം. ഞാൻ ഇടില്ലത്. എൻ്റെ പൊന്നു മമ്മി, എത്ര വർഷം കൂടി അവർ കാണുന്നതാ മമ്മീനെ. അവരുടെ കണ്ണൊക്കെ ഒന്ന് തള്ളട്ടെ മമ്മി. അതേ ഇടാവൂ. ഞാൻ പറഞ്ഞേക്കാം. ഞാൻ പോയി ടേബിളൊക്കെ ശരിയാക്കട്ടെ. അത് പറഞ്ഞ് അവൻ അടുക്കളയിൽ നിന്നും പുറത്തേക്കിറങ്ങി. ഞാനെങ്ങും ഇടില്ല അത്, അവൾ വിളിച്ചു പറഞ്ഞു. ഒന്ന് പോടി. അവൻ തിരിഞ്ഞു നിന്ന് അവളുടെ നേരെ കൈ ഉയർത്തി ഇടിക്കാൻ പോകുന്നത് ആംഗ്യം കാണിച്ചു. റോമിയോ ഹാളിലേക്ക് നടന്നപ്പോൾ തെക്ക് വശത്തെ മുറിയിൽ കുളി കഴിഞ്ഞ് വസ്ത്രം മാറാൻ തുടങ്ങുകയായിരുന്ന പത്മരാജനെയും ഗിരിരാജനെയും കണ്ടു. എന്തോ പറഞ്ഞ് ചിരിക്കുകയായിരുന്നു അവർ. എന്താണ് പറയുന്നതെന്ന് കേൾക്കണോ? ശരിയാണോ? ഓ, ആരും അറിയാൻ പോകുന്നില്ലല്ലോ. അവൻ മുറിയുടെ അടുത്തേക്ക് ചേർന്ന് നിന്ന് കാതോർത്തു. എന്നാ ചരക്കാടാ പത്മ അവളിപ്പോഴും? ഗിരിരാജ് പറയുന്നത് റോമിയോ കേട്ടു. ഇത്രയും വർഷമായിട്ടും അവൾക്കൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല. ഞാനും അത് ഓർക്കുമായിരുന്നു, പത്മരാജൻ പറഞ്ഞു. റോമിയോ അകത്തേക്ക് നോക്കി. പെട്ടെന്ന് തൻ്റെ തോളിൽ സോഫിയയുടെ കൈത്തലം അമർന്നത് അവൻ അറിഞ്ഞു. മമ്മിയോ? അവനിൽ നിന്നും ചമ്മലും ഭയവും അത്ഭുതവും നിറഞ്ഞ ശബ്ദം പുറത്തേക്ക് വന്നു. മമ്മി, ഞാൻ. അവൻ്റെ ചുണ്ടിൽ വിരലുകൾ ചേർത്ത് അവൾ അവനെ നിശബ്ദനാക്കി. അവളുടെ ആ മാറ്റം അവനെ അത്ഭുതപ്പെടുത്തി. സോഫിയ മുറിയിലേക്ക് നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിലെ പ്രകാശം അവൻ തിരിച്ചറിഞ്ഞു. മമ്മി, വേഗം പോയി ഞാൻ പറഞ്ഞ നൈറ്റ് ഇട്ടിട്ട് വാ. വരാന്തയിലേക്ക് വാ. ഞാൻ അപ്പോഴേക്കും കുടിക്കാനും കഴിക്കാനും ഉള്ളതൊക്കെ എടുത്തു വെക്കാം. അവൻ അവളെ അകത്തേക്ക് ഉന്തി വിട്ടു. റോമിയോ അടുക്കളയിലേക്ക് ചെന്ന് ഉലർത്തിയ ബീഫും തണുത്ത വെള്ളവും വിസ്കി ബോട്ടിലും എടുത്ത് വരാന്തയിലേക്ക് ചെന്നു. അപ്പോഴേക്കും വസ്ത്രങ്ങൾ മാറി പത്മരാജനും ഗിരിരാജനും അങ്ങോട്ട് വന്നു. ഗിരിരാജൻ ചുവന്ന ഷോർട്ട്സും പച്ച ടീഷർട്ടും, പത്മരാജൻ നൈറ്റ് പാൻസും ക്രീം നിറത്തിലുള്ള ഷർട്ടും ധരിച്ചിരുന്നു. എന്താ മോനെ, കാര്യമായിട്ടാണല്ലോ. റോമിയോ മേശപ്പുറത്തേക്ക് സാധനങ്ങൾ ക്രമീകരിക്കുന്നത് കണ്ടിട്ട് ഗിരിരാജ് ചോദിച്ചു. കാര്യമായിട്ടൊന്നുമില്ല അങ്കിൾ, അവൻ ചിരിച്ചു. അവൻ മേശയുടെ ഒരു വശത്ത് 3 കസേരകളിട്ടിരുന്നു. മറ്റൊരു വശത്ത് മറ്റൊരു കസേരയും. അതിൽ അവൻ ഇരുന്നു. എന്താ ഇത്? ബോട്ടിലെടുത്ത് പത്മരാജൻ ലേബൽ വായിച്ചു. MC ആണല്ലോ, വിസ്കി. എടാ, നമ്മുടെ സാധനം എടുക്കണോ ഇപ്പോൾ? ഗിരിരാജൻ ചോദിച്ചു. ഇന്നിത് മതി. അവർ കസേരകളിലിരുന്നു. മോൻ എങ്ങനാ, ശരിക്കടിക്കുവോ? പത്മരാജൻ ചോദിച്ചു. ഇല്ലെങ്കിൽ മമ്മിക്ക് കമ്പനി കൊടുക്കാൻ. അപ്പോഴേക്കും സോഫിയ അങ്ങോട്ട് വന്നു. അവളെ കണ്ടിട്ട് പത്മരാജനും ഗിരിരാജനും അത്ഭുതത്തോടെ മുഖാമുഖം നോക്കി. പെട്ടെന്ന് റോമിയോ ശ്രദ്ധിക്കുന്നത് കണ്ടിട്ട് അവർ ജാള്യതയോടെ നോട്ടം മാറ്റി. റോമിയോയുടെ കണ്ണുകളും അമ്പരപ്പോടെ വിടർന്നു. കറുത്ത സ്ലീവ്ലെസ് ഗൗണിൽ അവളുടെ അനുപമമായ സൗന്ദര്യം അവൻ്റെ പ്രതീക്ഷയ്ക്കപ്പുറമായിരുന്നു. ഈ സ്റ്റോറിയുടെ ബാക്കി പോർഷൻ
ടെലഗ്രാമിലാണ് ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ഈ സ്റ്റോറിക്ക് ലൈക്കും കമൻറ്റും ചെയ്യുക. ഇതിന് നല്ല റീച്ച് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ടെലഗ്രാമിൽ ബാക്കി പോർഷൻ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. വിത്ത് ലവ്, അലീന.